योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ദുർഗം എന്നുള്ള വാക്കിനർത്ഥം കോട്ട എന്നാണ് അർത്ഥം. അരണം എന്നുള്ള വാക്കിനും കോട്ട, ശരണം, അരണം. നമുക്ക് കോട്ടയായിട്ടുള്ളത് ഒരു കൊച്ചുകുട്ടിക്ക് എപ്പോഴും അമ്മയുടെ മടിത്തട്ട് ഒരു കോട്ടയാണ്. അതേപോലെ ലോകത്തിൽ പലവിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് വിഷമിക്കുന്ന ജീവനും സകല ദുഃഖത്തിനും പരിഹാരമായിട്ടുള്ള ബ്രഹ്മവിദ്യ ഒരു കോട്ടയാണ്. ഇന്നലത്തെ പ്രഭാഷണം കഴിഞ്ഞപ്പോ എനിക്ക് തമാശയായിട്ട് ഒരു കാര്യം തോന്നി. ഇത്തിരി തമാശ പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മുടെ വൈദ്യലിംഗ ശർമ്മ ഒരു തമാശ പറയും. ഒരു കുട്ടിയെ കൊണ്ട് സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുട്ടി തെങ്ങിനെ കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്തെഴുതാൻ പറഞ്ഞാലും അത് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ സ്കൂളിൽ ചെന്നപ്പോ പരീക്ഷയിൽ ചോദിച്ചത് പശുവിനെ കുറിച്ച് ചോദിച്ചു അത്രേ. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? പശു പാല് തരും, പശുവിന് കൊമ്പുണ്ട്, പശുവിനെ നമ്മൾ തെങ്ങിൽ കെട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ തെങ്ങിനെ കുറിച്ച് എഴുതി. അടുത്ത വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചത് കോഴിയാണ്. അപ്പൊ കോഴിയും പശുവിനെ തെങ്ങിനെ എങ്ങനെയാ ബന്ധിപ്പിക്കേണ്ടതെന്ന് പിടികിട്ടിയില്ല. കോഴി മുട്ടയിടുമെന്ന് മാത്രം അറിയാം. അപ്പൊ കോഴി മുട്ടയിടും, കോഴിയെ നമ്മൾ തെങ്ങിൽ കെട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് തെങ്ങിനെ കുറിച്ച് എഴുതിയത്. അതുപോലെ ഈ ഉദാഹരണം പറഞ്ഞത് തോന്നിയത് എനിക്ക് ഒരു വിഷയമേ അറിയുള്ളൂ. എനിക്കത് എങ്ങനെയെങ്കിലൊക്കെ ചുറ്റിയും വളഞ്ഞും അതിലേക്ക് വരണം. അത് വരാൻ കഴിഞ്ഞിട്ടല്ലെങ്കിൽ ഞാൻ ആകപ്പാട് വിഷമിക്കും. ദേവിയെ ഞാൻ കണ്ടിട്ടുള്ളതും ആ രീതിയിലാണ്. കുട്ടിക്കാലം മുതൽക്ക് ശാന്തി ദുർഗാ പരമേശ്വരി ആരാധിച്ച അതിന്റെയൊക്കെ ഫലമാണ് ഈ സ്തോത്രം രചിച്ചതും. അവിടെ വെച്ചാണ് ഉപനിഷത്തും ഗീതയും ഭാഗവതവും അല്പസ്വല്പം വേദാധ്യയനവും ഒക്കെ നടന്നത് ആ സന്നിധിയിലാണ്. എങ്കിലും ദേവിയെ ഏതു ഭാവത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ ഭാവത്തിലെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ഒക്കെ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മവിദ്യാസ്വരൂപിണിയായിട്ടാണ് ആ ദേവി എനിക്ക് ദർശനം തന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ കണ്ടാലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ. നമ്മളുടെ ജീവിതത്തിലെ സകല വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് എന്നറിഞ്ഞാലേ നമ്മൾക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ പടി. ബ്രഹ്മവിദ്യ എന്ന് വെച്ചാൽ അതാണ്. ദേവിയുടെ അതിന് ആദ്യത്തെ ഭാവം, ഇന്നലെ ദേവി എനിക്കതിനൊരു സൂചന തന്നു, ആ സൂചന ഞാൻ അങ്ങോട്ട് വിട്ടുകളഞ്ഞതാണ് കുഴപ്പം പറ്റിയത്. സ്വാമിജി ഇന്നലെ തുടങ്ങുമ്പോ തന്നെ യാദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയത്തെ എന്നൊരു ശ്ലോകം ചൊല്ലി. അംബിക സർവഭൂതേഷു ചേതനേത്യഭിധീയത്തെ, എല്ലാരിലും ചേതനാരൂപത്തിൽ വർത്തിക്കുന്നു. ആ ചൈതന്യത്തിനെ അറിഞ്ഞാൽ അന്തർമാനസമന്ഥനേന ജനിതാം ഈടേ ചിദൂഷ്മാന്തരീം, അങ്ങനെയാണ് അതിന്റെ സ്വരൂപം വിളങ്ങിയിട്ടുള്ളത്. അകമയ്ക്ക് ഒരു മന്ഥനം, അകമയ്ക്ക് അന്വേഷിച്ച്
ഉള്ളിൽ അന്വേഷിച്ചു വേണം ആ സത്യത്തിനെ കണ്ടെത്താൻ. ഇന്നലെ ശ്വേതാശ്വതര ഉപനിഷത്തിലെ ഒരു മന്ത്രം ഉദ്ധരിച്ചു. തേ ധ്യാനയോഗാനുഗത അപശ്യൻ ദേവാത്മശക്തിം സ്വഗുണൈഹി നിഗൂഢാം. ഋഷികൾ പലരായി ഒരു സദസ്, അവിടെ തന്നെ പറയണത് അത്യാശ്രമികളുടെ ഒരു സദസ്, അത്യാശ്രമികളായ ഋഷികളെല്ലാം ചേർന്നിരുന്ന് ചിന്തിച്ചു എന്നാണ്. അത്തരത്തിൽ ഋഷികൾ ചിന്തിച്ചു, ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരം എവിടെയാണ്, പ്രപഞ്ചത്തിന്റെ മൂലകാരണം എന്താണ് എന്നൊക്കെ ചിന്തിച്ച് ചിന്ത കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോഴാണ് തേ ധ്യാനയോഗാനുഗതാഹ അവശ്യൻ. മനസ്സിനെ അന്തർമുഖമാക്കി ഉള്ളിൽ അന്വേഷിച്ച് അവര് അവശ്യന് കണ്ടെത്തി. എന്താ കണ്ടെത്തിയത് എന്ന് വെച്ചാൽ ദേവാത്മശക്തിം സ്വഗുണൈഹി നിഗൂഢാം. ദേവന്റെ ആത്മശക്തിയെ അവിടെ കണ്ടു. ദേവി മഹാത്മ്യത്തിൽ ദേവന്മാരൊക്കെ കൂടെ 4-ാമത്തെ അധ്യായത്തിൽ ദേവിയെ സ്തുതിക്കുമ്പോ ദേവ്യായയാ തതമിതം ജഗത് ആത്മശക്തിയാം നിശേഷദേവഗണശക്തി സമൂഹമൂർത്തിയാം താം അംബികാം അഖിലദേവ മഹർഷി പൂജ്യാം ഭക്ത്യാ നതാസ്മ വിദധാതു ശുഭാനി സാനഃ എന്നാണ് ആരംഭം. ദേവ്യായയാ തതമിതം ജഗത് ആത്മശക്തിയാ നിശേഷദേവഗണശക്തി സമൂഹമൂർത്തിയാം. ആ ദേവി ആരാണ്? ആത്മശക്തിയാണ്. നമ്മളുടെ അകത്ത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ചിത്ശക്തിയാണ്. ശക്തിയുടെ മുഴുവൻ മൂലപ്പൊരുളാണ്. സയൻസ് ആ ശക്തിയെ പുറത്തന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്തോ ഒരു മൂലഘടകം, ശക്തിയുടെ മുഴുവൻ മൂലഘടകത്തിനെ പുറത്തന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൗതികശാസ്ത്രം. ഇനി എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞ് ഗോഡ് പാർട്ടിക്കിൾ എന്നൊരു പേരൊക്കെ വെച്ച് കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ കൂടെ അതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതിന്റെ ഏകദേശ രൂപം പൂർത്തിയായി കഴിഞ്ഞുവെന്നും ഇത്രയും കാലം പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അബദ്ധമാണ്, ഇനി പുതിയതായിട്ട് അതിനെ പഠിപ്പിക്കാൻ പോകണമെന്നുമാണ് പറയണത്. എന്നുവെച്ചാൽ ഇങ്ങനെ പഠിച്ചത് പുറമേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയും ഇനിയിപ്പോ അങ്ങനെ പുതിയതായിട്ടൊരു പഠിപ്പ് പഠിച്ചാലും അതുകൊണ്ടൊന്നും ജീവന് നിർവൃത്തി ഉണ്ടാവാൻ പോണില്ല. പഠിപ്പിൽ കാര്യമായിട്ട് നിർവൃത്തി മനുഷ്യന് ഇത്രയും കാലം ഉണ്ടായിട്ടില്ല. പുറമേക്കുള്ള ഈ അന്വേഷണം കൊണ്ട് മനുഷ്യന് ഇത്രയും കാലം ശാന്തി ഉണ്ടായിട്ടില്ല. നമ്മുടെ സൈക്കാട്രി മുതലായിട്ടുള്ള മനഃശാസ്ത്രം മുതലായിട്ടുള്ളത് പോലും അധികവും പുറമേക്കാണ് അന്വേഷിക്കുന്നത്. ഭൗതികത്തിനെ സത്യമെന്ന് ധരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. ജഡശക്തി ജഡാത്മിക എന്ന ലളിതാ സഹസ്രനാമത്തിലെ വാക്ക് ഓർമ്മ വെച്ചോളാം. ജഡത്തിനോടാണ് വിശ്വാസം, ചൈതന്യത്തിനോടല്ല. എന്നാൽ വേദാന്തം പറയണതോ ചൈതന്യത്തിനെ മാറ്റി നിർത്തിയാൽ ജഡമില്ല, ജഡത്തിന് നിൽക്കാൻ സാധ്യമല്ല. ചൈതന്യത്തിൽ വെറും ഒരു തോന്നൽ മാത്രമാണ് ജഡം. ചൈതന്യമാണ് വാസ്തവത്തിൽ ഉള്ളത്. ആ ചൈതന്യത്തിൽ നിന്ന് വേണം പൂർണ്ണമായ സത്യത്തിനെ കണ്ടെത്താൻ എന്നുള്ളതാണ് ഋഷികളുടെ മതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് എന്താ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സിമ്പിളായിട്ടുള്ള ഉത്തരം നമുക്ക് സുഖം വേണം. സുഖം എവിടെ കിട്ടുന്നു? ആരെയെങ്കിലും ഇഷ്ടപ്പെടുമ്പോ, എന്തിനെങ്കിലും ഇഷ്ടപ്പെടുമ്പോ, ഇഷ്ടപ്പെട്ട വസ്തു എനിക്ക് കിട്ടുമ്പോ സുഖമുണ്ട് അല്ലേ? എല്ലാവർക്കും അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ എന്തിനെങ്കിലുമൊക്കെ കിട്ടണം. പുറമേക്ക് ഇഷ്ടത്തിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസക്തി, അതിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ സെന്റർ. ലൈഫിന്റെ സെന്റർ ആസക്തി എന്നുള്ള ഒറ്റ വാക്കിൽ അസ്തമിച്ചു.
ആസക്തി തെറ്റ് എന്നല്ല പറയണത്. യത് പ്രേമപ്രവണം ചിത്തം വിഗുണേഷു അപി ബന്ധുഷു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി മഹാത്മ്യം ആരംഭിക്കുന്നത്. സമാധി എന്ന് പറയുന്ന ഒരു വൈശ്യനും സുരതൻ എന്ന് പറയുന്ന ഒരു രാജാവും, അല്ലെ? അല്ല, മാറിപ്പോയോ എനിക്ക്? രണ്ടുപേരും കൂടെ, രാജാവിന് രാജ്യം നഷ്ടപ്പെട്ടു, വൈശ്യന് പണവും കുടുംബവും ഒക്കെ അയാളെ പുറത്താക്കി. രണ്ടുപേരും കൂടി കാട്ടിൽ വന്നിട്ട് ഒരു മഹർഷിവര്യനെ കാണുകയും ആ ആശ്രമത്തിൽ താമസിക്കുകയും ചെയ്യാണ്. അപ്പൊ രണ്ടുപേരും കൂടെ വർത്തമാനം പറയുമ്പോ അവര് പറയാണ്, രാജാവിന് രാജ്യം പോയി കഴിഞ്ഞു, തല്ലി ഓടിച്ചിട്ട് ആ രാജ്യത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട താൻ ശേഖരിച്ചു വെച്ച ഖജാനാവ് ഇപ്പോ ഉള്ള ആളുകൾ കാലിയാക്കുവോ എന്ന് വിഷമാണ്. ഈ വൈശ്യന് തന്റെ കുടുംബം തന്നെ പുറത്താക്കിയിട്ട് കുടുംബത്തിലുള്ളവരോടുള്ള ആസക്തി പോണില്ല. ഈ ആസക്തിയെ വെച്ചുകൊണ്ടാണ് ആദ്യം ഇവർ ചോദ്യം ചോദിക്കുന്നത് തന്നെ. ഈ ആസക്തി എന്തുകൊണ്ട് വരുന്നു? വിഷയങ്ങളിൽ ദുഃഖമുണ്ടെന്ന് കണ്ടാലും ആസക്തി വരുന്നു. നമുക്കൊക്കെ അറിയാം ചില കാര്യങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കുമെന്നും, എന്നാലും അതിൽ ചെന്ന് വീഴും. ലോകത്തിൽ പല കാര്യങ്ങൾ അങ്ങനെയുണ്ട്. നമുക്കത് ആത്യന്തികമായി ഹിതം ചെയ്യില്ലെന്ന് അറിഞ്ഞാലും അതിൽ ചെന്ന് ചാടും. ശ്രീരാമകൃഷ്ണദേവന്റെ ഒരു ഉദാഹരണം, ഒട്ടകത്തിന് മുള്ള് തിന്നാൻ ഇഷ്ടമാണ്. മുള്ള് തിന്നും തോറും നാവ് പൊട്ടി ചോര ഒലിച്ചാലും മുള്ളേ തിന്നുള്ളൂ എന്നാണ്. അതേപോലെയാണോ ലോകത്തിലും. എത്ര വിഷമിപ്പിച്ചാലും, എത്ര വിഷമിച്ചാലും, ദുഃഖിച്ചാലും പിന്നെയും ആ ദുഃഖത്തിനോടൊപ്പം അല്പം നമുക്ക് എന്തോ കിട്ടണുണ്ട്. ആ കിട്ടുന്നതിന് വേണ്ടി ദുഃഖം സഹിക്കാൻ നമ്മൾ തയ്യാറാണ്, അല്ലേ? ഇതിനെ നമ്മൾ നിന്ദിക്കുകയല്ല, ഇതിന്റെ ഉള്ളിലുള്ള തത്വം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇപ്പൊ നമ്മള്. ഇതിനാരെയും കുറ്റം പറയലല്ല, ഇത് പ്രകൃതിയാണ്. നമ്മള് എല്ലാ റിലേഷൻഷിപ്പ് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതും ഈ ശാസ്ത്രം കൊണ്ടാണ്. കല്യാണം കഴിക്കുന്നതും കുഞ്ഞ് ജനിക്കുന്നതും കുഞ്ഞിന് കല്യാണം കഴിച്ച ഒരു പേരക്കുട്ടി ഉണ്ടാവുന്നതിനും അതൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു സന്തോഷം, ഒരു പെട്ടെന്ന് ഒരു ജീവൻ വന്ന പോലെ ഒരു ആനന്ദം, ഈ സുഖം, ഈ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ. ഓരോ വസ്തുവിനോടും ആസക്തനാവണത്. ഈ ആസക്തി ആണ് നമ്മളുടെ ജീവിതത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതും. പുറമേക്ക് ആസക്തിക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും. വെസ്റ്റിലൊക്കെ അമേരിക്കയിലൊക്കെ കുടുംബജീവിതമൊക്കെ തകരാറായി കഴിഞ്ഞപ്പോ ഇപ്പൊ അവരൊക്കെ വീണ്ടും ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്, നമുക്ക് ഇത്തിരി കുടുംബജീവിതമൊക്കെ വേണം എന്ന്. കുടുംബജീവിതമൊക്കെ തകരാറായി കഴിഞ്ഞപ്പോ അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുറച്ചു ദിവസം ജീവിക്കുകയൊക്കെ പിരിഞ്ഞു പോകും. അപ്പൊ കൂടെ ജീവിക്കാനും സ്നേഹിക്കാനും ഒരു നായോ പൂച്ചക്കുട്ടിയോ പുലിക്കുട്ടിയോ മലമ്പാമ്പോ ഒക്കെ വളർത്തുകയാണ് സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. എന്തിനെവിടെങ്കിലും സ്നേഹിക്കുമ്പോ ആ സ്നേഹിക്കുന്ന വസ്തുവിനെ സന്തോഷിപ്പിക്കാനല്ല, എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടാവണോ സ്നേഹിക്കുമ്പോ. അത് കണ്ടിട്ടുണ്ടോ? ചെറിയ കുട്ടികളെ എടുത്ത് ചുംബിക്കുമ്പോ കുട്ടിക്കത് ഇഷ്ടമല്ല, കുട്ടി നിലവിളിക്കും, കരയും. പക്ഷെ ചുംബിക്കുന്ന ആൾക്കാണോ സുഖം? അതിനു വേണ്ടിയിട്ടാണ്, നമുക്കാണോ ഒരു സന്തോഷം. അപ്പൊ സ്നേഹിക്കാൻ എന്തെങ്കിലും ഒരു വസ്തു കിട്ടണം. തമിഴില് കൃപാനന്ദ വാര്യർ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. നല്ല തമാശായിട്ട് ഭക്തിപൂർവമായിട്ട്, മുഖ്യമായിട്ട് മുരുകന്റെ ഭക്തി, മുരുകഭക്തിയായിട്ട് പ്രഭാഷണം നടത്തും തമിഴില്. അപ്പൊ അദ്ദേഹം തമാശയായിട്ട് പറയും, ഒരുപാട് പുണ്യം ചെയ്താൽ അമേരിക്കയിൽ പോയിട്ട് നായായിട്ട് ജനിക്കും. എന്താന്ന് വെച്ചാൽ അമേരിക്കയിൽ പോയി മനുഷ്യനായി ജനിച്ചാൽ പണിയെടുക്കണം, ജോലിയെടുക്കണം, ഒരുപാട് മെനക്കെടുണ്ട്. നായായിട്ട് ജനിച്ചാൽ ആരെങ്കിലും വളർത്തി, വളരെ അതിനെ നോക്കി വളർത്തി കാറിലൊക്കെ കൊണ്ടുപോകും. എല്ലാരും അതിനെ കണ്ടാൽ കാറിലൊക്കെ പോകുമ്പോ ഹായ് എന്ന് പറഞ്ഞിട്ട് പോവും. ആസക്തി ഏതിനോടെങ്കിലും വേണം. ഏതിനോടെങ്കിലും ആസക്തി വെക്കുമ്പോ ഇയാൾക്കൊരു സുഖം. ഇത് ഋഷികൾ ആദ്യമേ കണ്ടെത്തി. ഉപനിഷത്ത് തന്നെ പറഞ്ഞു, ബ്രഹ്മത്തിനെ ഒരു പക്ഷിയായിട്ട് സങ്കല്പിച്ചാൽ, പക്ഷിക്ക് എന്തൊക്കെ ഉണ്ട്? ചിറകുകളുണ്ട്, തല, കൊക്കുണ്ട്, വാലുണ്ട്, ദേഹഭാഗമുണ്ട്, ഹൃദയമുണ്ട്. അങ്ങനെ ബ്രഹ്മത്തിനെ സങ്കല്പിക്കുകയാണെങ്കിൽ തസ്യ പ്രിയമേവ ശിരഃ മോദോ ദക്ഷിണഃ പക്ഷഃ
പ്രമോദ ഉത്തര പക്ഷ ആനന്ദ ആത്മാ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. തസ്യ പ്രിയമേവ ശിരഃ. ആ പക്ഷിക്ക് ശിരസ് തന്നെ പ്രിയമാണ്. ആ പ്രിയം കൊണ്ട് എന്തുണ്ടാവുന്നു? മോദഃ പ്രമോദഃ ആനന്ദഃ. ഒരു വസ്തു നമുക്ക് മുൻകൂട്ടി ചിന്തിക്കുമ്പോൾ ഒരു പ്രിയം, അത് കിട്ടാൻ പോകുന്നു, കിട്ടിയാ വേണ്ടില്ല, അതൊരാഗ്രഹം. അത് കയ്യിൽ കിട്ടുമ്പോ ഉണ്ടാവുന്നത് ഒരു സന്തോഷം. ഈ രണ്ട് സന്തോഷവുമാണ് നമ്മളുടെ മോദം പ്രമോദം, രണ്ട് ചിറക്. ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നത്, അല്ലേ? നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇത് തത്വചിന്തയല്ല. നമ്മൾ പതുക്കെ പതുക്കെ സെന്ററിലേക്ക് പോവാൻ ഒരു ശ്രമം നടത്തുകയാണ്. നിങ്ങൾ കൂടെ വന്നാൽ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഞാൻ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിരിക്കും. പ്രസംഗിക്കാനുള്ള രുചിയൊക്കെ വളരെ കുറഞ്ഞു എനിക്കിപ്പോ. മുമ്പ് ഒരുപാട് കഥയൊക്കെ പറയുമായിരുന്നു, ഇപ്പൊ ഒന്നും പറയാൻ വയ്യ. ഇനി അടുത്ത വർഷം ഒന്നിച്ച് കുറെ ദിവസം നിർത്താൻ പോവാണ്. എനിക്ക് വയ്യ. കാരണം നമ്മളുടെ കയ്യിലുള്ളത് നേരെ ചൊവ്വ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കണില്ല പലപ്പോഴും. മോദം പ്രമോദം നമുക്ക് ജീവിതത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിനെ ഋഷികൾ സമ്പൂർണമായി സ്വാംശീകരിച്ചു. അതും ശാക്തന്മാർ സമ്പൂർണമായി സ്വാംശീകരിച്ചു. ശാക്തൻ എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വാമാചാരത്തിനെയല്ല ഉദ്ദേശിക്കുന്നത്, നല്ല സാത്വികമായ ശക്തിമാർഗത്തിൽ. ഒരു പുരുഷൻ, ഒരു സ്ത്രീ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇതാണ്. ഭാഗവതം തന്നെ പറയണത് ബ്രഹ്മാവ് ആദ്യം മനസ്സുകൊണ്ടൊക്കെ സൃഷ്ടിച്ചു അത്രേ, പ്രജാപതികളെയും മറ്റുമൊക്കെ. അതുകൊണ്ടൊന്നും സൃഷ്ടി നടക്കാതെ അവസാനം എന്ത് ചെയ്യണം, എങ്ങനെ സൃഷ്ടി പൂർണ്ണമാകുമെന്ന് ആലോചിച്ചപ്പോ ബ്രഹ്മാവ് തന്നെ രണ്ടായി പിരിഞ്ഞു എന്നാണ്, പുരുഷനായിട്ടും സ്ത്രീയായിട്ടും. കസ്യരൂപം ദ്വിധാ അഭൂത്. സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ ഇതിനെടുത്ത് പറയുന്നു, ത്വയാ ഹൃത്വാ വാമം വപുഹു അപരിതൃപ്തേന മനസാ ശരീരാർദ്ധം ശംഭോഹോ അപരമപി ശങ്കേ ഹൃതമഭൂത്. അംബിക ദേവി പരമേശ്വരന്റെ പകുതിയെ വിഴുങ്ങി എന്നാണ്. ബാക്കി പകുതി വിഴുങ്ങാനുണ്ട്. അതിനുള്ള ശ്രമമാണത്രേ പ്രപഞ്ചത്തിൽ മുഴുവൻ നടക്കുന്നത്. തമിഴിലൊരു സിദ്ധൻ പാട്ടുപാടി, നന്ദനാർ എന്ന് പറയുന്ന സിദ്ധൻ പറഞ്ഞു, പാർവതി എന്നും ശീമാട്ടി അതെ പാതിയെ തിன்றതുണ്ട്, ഇന്നും പാതി ഇരിക്കുത്, പറയാ നീ പോയി പാരെன்று ഉത്താരം താരും താരും. അദ്ദേഹത്തിന്റെ യജമാനനോട് ചിദംബരത്തിൽ ചെന്ന് നടരാജാവിനെ കാണാനായിട്ട് അനുമതി ചോദിക്കുകയാണ്. അപ്പൊ യജമാനൻ പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. പിത്തം, തമിഴില് പിത്തം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, നിനക്ക് പിത്താണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ എനിക്ക് പിത്താണ്, അതിന് ഈ പുറമേക്കുള്ള മരുന്നൊന്നും കഴിച്ചാവൊന്നും ശരിയാവില്ല. അപ്പൊ യജമാനൻ പറഞ്ഞു, പിത്ത ഭ്രാന്ത് പിടിച്ചാൽ തലയ്ക്ക് നെല്ലിക്ക തളം കെട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ നന്ദനാർ പറഞ്ഞു, ഈ നെല്ലിക്ക തളം കെട്ടിയിട്ടും പുറത്തുനിന്ന് മരുന്ന് കഴിച്ചിട്ടൊന്നും എന്റെ ഭ്രാന്ത് മാറില്ല. പിത്തം തെളിയ മരുന്തുണ്ടിരിക്കുത് പേരിன்பமன்றி உள்ளே மற்ற மருந்துகள் தின்றாலும் உள்ளுக்கு செல்லாது அல்லல் படும் மனம் நில்லாது தில்லை தரிசன பித்தம் தெளிய മരുന്തുണ്ടിരിക്കുത്. ആ ചിദംബര ദർശനം കണ്ടാലേ എന്റെ ഉള്ളിലുള്ള ഭ്രാന്ത് തീരുള്ളൂ. അപ്പൊ അതില് വേഗം എനിക്ക് അനുമതി തരൂ, പാർവതി പകുതി തിന്നു കഴിഞ്ഞപ്പോ പകുതിയേ ഉള്ളൂ എന്നാണ് കാവ്യാത്മകമായിട്ട് പറഞ്ഞതാ. അപ്പൊ ആ ശക്തി പകുതി പകുത്തെടുത്തിരിക്കുന്നു, ബാക്കി പകുതിയും കൂടെ വിഴുങ്ങാനുള്ള വ്യഗ്രതയാണ് പ്രപഞ്ച നാടകം മുഴുവനും എന്നാണ് ആചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ പറയണത്. സ്ത്രീ പുരുഷൻ എന്നുള്ളത് പ്രപഞ്ചത്തിൽ മനുഷ്യനെ ബന്ധിക്കാൻ കാരണമാവുന്നു. അതിനെ തന്നെ ശരിയായ രീതിയിൽ തത്വമറിഞ്ഞാൽ മുക്തിക്ക് വഴി തെളിയും. ഇതിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവനെന്നും ശക്തിയെന്നും ജഗത്തിന് മാതാപിതാക്കളായി സങ്കല്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പരമ്പര നിൽക്കുന്നത്. നമ്മൾ ഇതൊക്കെ ഇപ്പൊ കളഞ്ഞു കുളിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്റെ കുട്ടിക്കാലത്ത് എനിക്കറിയാം, കല്യാണം കഴിഞ്ഞ് ഒരു
സ്ത്രീയും പുരുഷനും വരുമ്പോ മുത്തശ്ശിമാരൊക്കെ ഒരാളും ബാഹ്യ സൗന്ദര്യത്തിനെയോ ഇതിനെയോ വർണ്ണിക്കാതെ പാർവതി പരമേശ്വരന്മാരെ പോലെ ഉണ്ട്, ലക്ഷ്മീനാരായണന്മാരെ പോലെ ഉണ്ട് എന്ന് പറയണത് ധാരാളം കേട്ടിട്ടുണ്ട്. ആ ആരോപണം തന്നെ ദിവ്യമാണ്. അവിടെ ലൗകികമായ ഒരു ദൃഷ്ടിയില്ല. ദേവീ മഹാത്മ്യത്തിൽ ഒരു പുരുഷൻ തനിക്കൊരു പത്നിയെ വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പത്നി എങ്ങനെ ഉണ്ടാവണം? സ്വാമി രാമതീർത്ഥൻ ഈ പതി പത്നി ഒക്കെ പറയുമ്പോ തമാശയായിട്ട് പറയും, ഒരാള് കുടിച്ചിട്ട് കയ്യിലൊരു കുപ്പയെടുത്ത് നടക്കുമ്പോ വഴിയില് മുല്ലാവിനെ കണ്ടു അത്രേ, അതായത് മുസ്ലിം പ്രീസ്റ്റ്. അപ്പോ ഇയാൾ തമാശയായിട്ട് കളിയാക്കിക്കൊണ്ട് ആ പ്രീസ്റ്റിനോടത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ നരകം നരകം എന്ന് പറയണല്ലോ, അതെനിക്ക് ഏതാ വഴി എന്ന് ചോദിച്ചു അത്രേ. അത് ഞാൻ പറഞ്ഞു തരുമൊന്നും വേണ്ട, എന്റെ കയ്യിലുള്ളത് തന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളും തന്നെ. ഈ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ അത് നരകത്തിലേക്ക് കൊണ്ടുപോയിക്കോളും. അതേപോലെ ലോകത്തിൽ ഈ സ്ത്രീ പുരുഷ ബന്ധം തത്വമറിയാത്തവന് നരകത്തിന് കാരണമായിട്ട് തീരും, ജീവിതത്തിന് ദുരിതത്തിന് കാരണമായിട്ട് തീരും. തത്വം അറിഞ്ഞവന് ഇത് തന്നെ അവന് മുക്തിക്ക് കാരണമായിട്ടും തീരും. ദേവീ മഹാത്മ്യത്തിൽ ഒരു പുരുഷൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പത്നീം മനോരമാം ദേഹി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗ സംസാരസാഗരസ്യ കുലോദ്ഭവാം. എനിക്കൊരു പത്നിയെ തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പത്നി എങ്ങനെ ഉണ്ടാവണം? മനോരമാം ദേഹി, എന്റെ മനസ്സിനിണങ്ങിയവളും, മനോവൃത്താനുസാരിണിയും, എന്റെ ഇംഗിതമറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവളും, താരിണിയും ദുർഗ സംസാരസാഗരസ്യ, ഈ സംസാരസാഗരത്തിൽ എന്നെ പിടിച്ചു തള്ളിയിടുന്നതിന് പകരം എനിക്ക് തരണം ചെയ്യാൻ വഴി കാണിച്ചു തരുന്നവളും എനിക്ക് തുണയായിട്ട് നിൽക്കുന്നവളുമായ ഒരു സ്ത്രീരത്നത്തിനെ തരൂ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ തന്നെ ആദർശം വളരെ ക്ലിയറാണ്. പാർവതി പരമേശ്വരന്മാരെ ചിത്രീകരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഉള്ളിൽ ചെല്ലേണ്ടതാണ്. കാളിദാസൻ തന്നെ അംബികയുടെ തപസ്സിനെ ധാരാളം വർണ്ണിച്ചു ശിവനെ പ്രാപിക്കാനായിട്ട്. പരസ്പര തപസ്സമ്പത് ഫലായിത പരസ്പരവും. അത് ഞാൻ അതിന്റെ സാധാരണ ഭാവം പറഞ്ഞിട്ട് അകമയ്ക്ക് വരാം. അംബിക ദേവി ശിവനെ വരിക്കാനായി അത്യുഗ്രമായ തപസ് ചെയ്തു. തപസ്സുകൊണ്ടാണ് വരിക്കണത്, ബാഹ്യ സൗന്ദര്യം കൊണ്ടല്ല, തപസ്സുകൊണ്ട്. ഈശ്വരനും തപസ് ചെയ്തു. വളരെ മനോഹരമായി കാളിദാസൻ പറയണു, മുമ്പിൽ അഗ്നിയെ ആധാനം ചെയ്തിട്ട് ശിവൻ ഗംഗാതീരത്തിൽ പദ്മാസനസ്ഥനായിട്ട് ഇരിക്കുന്ന ചിത്രം കാളിദാസൻ വരച്ചിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ ചിത്രമാണ് കുമാരസംഭവത്തിൽ. തത്ര അഗ്നിമാധായ സമിത് സമിദ്ധേ സ്വമേവ മൂർത്യന്തരമഷ്ടമൂർത്തി സ്വയം വിധാത തപസഃ ഫലാനാം കേനാപി കാമേന തപശ്ചാര. കേനാപി കാമേന തപശ്ചാര. എല്ലാ തപസ്സുകൾക്കും ഫലദാതാവായ പരമേശ്വരൻ എന്തോ ഒരാഗ്രഹത്തോടുകൂടെ തപസ് ചെയ്തു എന്നാണ്. തപസ്സുകൊണ്ടാണ് രണ്ടുപേരും ചേരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ സന്താനം ജ്ഞാനത്തിന്റെ പ്രതിനിധിയാണ്. സുബ്രഹ്മണ്യൻ ജ്ഞാനസ്വരൂപനാണ്. ശിവന്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണ് ജനനം. അപ്പൊ ലോകത്തിലെ സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ തന്നെ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തിൽ സത്സന്താനങ്ങൾ വരണമെങ്കിൽ വിവാഹജീവിതം ഭക്തിയിലും ജ്ഞാനത്തിലും തപസ്സിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടിരുന്നാലേ വരുന്ന പരമ്പര ശുദ്ധമായിട്ടിരിക്കുള്ളൂ. ഇങ്ങനെയാണ്. അപ്പൊ ഇതിനെ ആദ്യം സ്വീകരിച്ചു. ഇത്രയും പറഞ്ഞത് ഇത്തിരി വഴി അങ്ങോട്ട് ചുറ്റിപ്പോയി വന്നു ഞാൻ. കാര്യം നമ്മളുടെ വിഷയം ആസക്തി എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നതും ആസക്തിയാണ്. എത്ര സന്യാസികളോ എത്ര മഹാത്മാക്കളോ എത്ര ആചാര്യന്മാരോ വന്ന് നിങ്ങളൊക്കെ ആസക്തി ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാലും ഒക്കെ കേട്ടിട്ട് നമ്മൾ പോകുമെന്നല്ലാതെ ഒരുപക്ഷെ പ്രസംഗിക്കുന്ന ആളോട് നിങ്ങൾ വളരെ നന്നായിട്ട് പറഞ്ഞു എന്നൊക്കെ ഒന്ന്
സർട്ടിഫൈ ചെയ്തിട്ട് പോകുമെന്നല്ലാതെ ആസക്തിയെ ഉപേക്ഷിക്കാൻ സാധിക്കണില്ല. അത് ഫാക്ച്വലായിട്ട് നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മളുടെ അകമേ നിന്നും അന്തര്യാമിയിൽ നിന്നും വരുന്ന ഒന്നിനെയും നിഷേധിക്കാതെ അതിന്റെ സോഴ്സ് സത്യമാണ്, അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ സ്വരൂപത്തിനെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ദേവി മഹാത്മ്യം. ഈ ആസക്തിക്ക് കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ ഗുരു ഉപദേശിക്കുന്നത് മഹാമായ പ്രഭാവം കൊണ്ടാണ് ഈ ആസക്തി ഉണ്ടായിരിക്കുന്നത് അകത്ത്. മഹാമായ തന്നെയാണ് അകമേക്ക് ആസക്തിയുടെ രൂപത്തിൽ. യാ ദേവി സർവഭൂതേഷു പ്രീതിരൂപേണ സംസ്ഥിത ശക്തിരൂപേണ സംസ്ഥിത. ശക്തിയായിട്ട് ആസക്തിയായിട്ട് നമ്മളിൽ ഉദിക്കുന്നതും ആ അംബിക തന്നെയാണ്, ആ ശക്തി തന്നെയാണ്. നമുക്ക് ആസക്തി വെക്കുമ്പോൾ ഒരു സുഖമുണ്ട്, പ്രിയം വെക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പ്രിയം വെച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. എന്തിനോടെങ്കിലുമൊക്കെ പ്രിയം വെക്കണം. പക്ഷെ നമ്മൾ കാണുന്നു, നമ്മൾ പ്രിയം വെക്കുന്ന വസ്തു എന്നെങ്കിലുമൊക്കെ വിട്ടുപോകുന്നു. അല്ലെങ്കിൽ നമുക്ക് നിത്യനിരന്തരം അത് സുഖത്തിനെ തരുന്നില്ല. ലോകത്തിലുള്ള പ്രിയത്തിന്റെ ഒക്കെ സ്വഭാവം അതാണ്. വളരെയധികം സ്നേഹിച്ച് പരസ്പരം പ്രേമിച്ച് വിവാഹം കഴിച്ചവരുടെ പോലും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒക്കെ കഴിഞ്ഞു. അവര് വിചാരിച്ചതും ഭാവന ചെയ്തതുമായ സുഖമൊക്കെ പറന്നുപോയി. കൊച്ചു കുട്ടികളോട് അമ്മമാർക്കുള്ള പ്രിയം, ആ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിൽ പോണു. ഒന്നിൽ നമ്മൾ പ്രിയം വയ്ക്കുന്ന വസ്തു നമ്മളെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിട്ടുപോകും, അല്ലെങ്കിൽ അത് നമുക്ക് സുഖം തരുന്നത് നിന്നുപോകും, അതിന്റെ സ്വഭാവം മാറും. ഇങ്ങനെ നമ്മൾ കാണാം, ഒരു വസ്തു നമുക്കൊരു ആസക്തി തരുന്നു, ആസക്തിയിൽ നമുക്കൊരു നിറവ്, ഒരു സുഖം ഉണ്ടാവണു. ആ സുഖം നമ്മൾക്ക് ആ വസ്തു വിട്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും വേറെ ഒരു വസ്തുവിനെ ചെന്ന് പിടിക്കുകയാണ്, മറ്റൊരു വസ്തുവിനെ ചെന്ന് പിടിക്കുകയാണ്. അതിൽ കുറച്ച് ദിവസം സുഖം കിട്ടും. അത് കഴിഞ്ഞാൽ ആ വസ്തുവിൽ നിന്നും ആ സുഖം മറയും. ആ സുഖം ഇങ്ങനെ യാത്രികനാണ്, ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക്. സുഖം കിട്ടുമ്പോ നമ്മൾ അതുവരെ ആ വസ്തുവിനെ വെച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ സുഖം തരുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ആ വസ്തുവിനെ അവിടുന്ന് പറഞ്ഞേക്കും. നിത്യനിരന്തരമായി സുഖം തരാവുന്നതും നിത്യനിരന്തരമായി നമുക്ക് ആസക്തി വെക്കാവുന്നതുമായ ഒരു വസ്തു കാണാനില്ല, ലോകത്തിൽ എവിടെയും കാണാനില്ല. എന്നാൽ ആസക്തി നിത്യനിരന്തരമായി വെക്കാതെ നമുക്ക് പൂർണ്ണത ഉണ്ടാവുകയുമില്ല. ആസക്തിയാണ് ആധ്യാത്മികത. ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയതായിട്ടിരിക്കും ഇങ്ങനെ കേൾക്കുമ്പോ. ഗീതയിൽ ഭഗവാൻ പറയണു, മയി ആസക്തമനാഹ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ. ആസക്തിയെ എന്നിൽ വയ്ക്കൂ എന്നാണ്. ഇതാണ് ഭക്തിയുടെയും സെന്റർ പോയിന്റ്. നാരദൻ ഭക്തിസൂത്രത്തിനെ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. നാരദൻ ഭക്തിസൂത്രത്തിന് ബേസ് തന്നെ അതാണ്. നാരദൻ കണ്ടു വേദാന്തികൾ എല്ലാത്തിനെയും ഉപേക്ഷിക്കണമെന്നും നിഷേധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഫലിക്കണില്ലെന്ന് കണ്ടു. അപ്പോഴാണ് നാരദൻ ഒന്ന് അന്വേഷിച്ചു നോക്കിയത്. എല്ലാ വികാരങ്ങളും ആസക്തികളും ഒക്കെ മനുഷ്യന് ഇവിടുന്നാണോ വരണത്? നമ്മളൊരു വസ്തുവിനെ കണ്ട് ഇഷ്ടപ്പെടുമ്പോ ഇഷ്ടം വസ്തുവിലല്ല എന്നിലാണോ ഉണ്ടാവണത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വസ്തു അതിനെ, ആ ഇഷ്ടത്തിനെ ഉദിപ്പിക്കാൻ ഒരു ബാഹ്യ കാരണം മാത്രമാണ്, അല്ലേ? ഒരു കൊച്ചു കുട്ടിയെ കാണുമ്പോ അമ്മയുടെ ഉള്ളിൽ എന്തോ ഒന്ന് പൊന്തി വരുന്നു, ഒരു പ്രിയം. കുട്ടിയിലല്ല, എന്നിലാണോ ഉണ്ടാവുന്നത്? എന്നിലുണ്ടാവുന്ന പ്രിയത്തിന് ആ കുഞ്ഞ് കാരണമായിട്ട് തീരുകയാണ്. അതിന് കുഞ്ഞാണോ കാരണം അതും പറയാൻ വയ്യ. അതേപോലെ ഒരുപക്ഷെ അതിനേക്കാളും സൗന്ദര്യമുള്ള മറ്റൊരു വീട്ടിലുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോ അത്ര കണ്ടു വരണില്ല. അതിന് കാരണം എന്താ? അപ്പൊ എന്റെ എന്തോ ഒന്നിന്റെ റിഫ്ലക്ഷനാണ് ആ ആസക്തിയെ പൊന്തിച്ചു കൊണ്ടുവരാൻ കാരണം. ആസക്തി ഉണ്ടാവണത് എന്നിലാണ്. ഇതിന് ശാണ്ഡില്യ വിദ്യ എന്ന് പറയും. നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ ഇതിനെ പറയുന്നുണ്ട്.
ആത്മരതി അവിരോധേനേതി ശാണ്ഡില്യ. ഈ തത്വം അറിഞ്ഞാൽ നമ്മളുടെ കുടുംബജീവിതമൊക്കെ പരമസുഖമാവും. ശക്തിയുടെ മൂലതത്വം ഇതാണ്. ആത്മരതി അവിരോധേനേതി ശാണ്ഡില്യ. ശാണ്ഡില്യ മഹർഷി പറയണത് എല്ലാ വികാരങ്ങളും എല്ലാ ആസക്തിയും എല്ലാ പ്രിയത്തിന്റെയും സോഴ്സ് മൂലം ആത്മാവാണ്. ഉപനിഷത്തും പറയുന്നു ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ഒരു ഭർത്താവിന് വേണ്ടിയിട്ടല്ല ഭർത്താവ് പ്രിയങ്കരനായിട്ട് തീരണത്, തന്റേത് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രിയം എവിടുന്നു ഉദിക്കണത്. എന്റെ ഒരു കൂട്ടുകാരൻ 10 ഏക്കർ തോട്ടം വാങ്ങിച്ചു. അയാളുടെ അമ്മയെ തോട്ടം കാണിച്ചു കൊടുക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. തോട്ടത്തിൽ കുറേ ദൂരം നടത്തിച്ചു. അമ്മയ്ക്ക് അറിയില്ല ഈ തോട്ടം മകൻ വാങ്ങിച്ചുവെന്ന്. കുറച്ചു നേരം നടന്നു കഴിഞ്ഞ് ഇവിടെ കിണറുണ്ട്, ഇവിടെ ഇത്തരം മരങ്ങളുണ്ട്, ഇത്രയധികം തേക്കുണ്ട് ഒക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു ഉത്സാഹമില്ല. എനിക്ക് നടന്ന് കാല് കഴിച്ചു, മതിയായി എന്ന് പറഞ്ഞു അമ്മ. അവസാനം അവൻ പറഞ്ഞു, അമ്മ ഈ തോട്ടം ഞാൻ വാങ്ങിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മുടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് എവിടുന്നും ഒരു എനർജി വന്നു. തോട്ടത്തിൽ മുഴുവൻ അമ്മ ഓടി നടക്കാൻ തുടങ്ങി. ഇവിടെ കെട്ടിടം കെട്ടണം, ഇവിടെ കിണർ കുഴിക്കണം, ഇവിടെ ഒരു കുളം കൊത്തണം. 1 മണിക്കൂറായി മകന് കഴിച്ചുപോയി. അമ്മയ്ക്ക് ഉത്സാഹം കൂടി. ഈ എനർജിയുടെ സോഴ്സ് എന്താ? എന്തിലും നോക്കിക്കൊള്ളാം. എനിക്ക് എന്റെ എന്നുള്ള സെന്ററിനോട് എത്ര കണ്ട് ഏതു വസ്തുവോ വ്യക്തിയോ സംഭവമോ അടുക്കുമോ അത്ര കണ്ട് എന്നിൽ ഊർജമുണ്ടാവും, എന്നിൽ പ്രിയമുണ്ടാവും, വെറുപ്പുണ്ടാവും. വെറുപ്പും പ്രിയവും ഒന്നാണ്. പ്രിയത്തിന്റെ മറ്റൊരു സൈഡാണ് വെറുപ്പ്. പ്രിയം ഒരു വസ്തുവിനോടാകുമ്പോ നിശ്ചയമായും വെറുപ്പ് വേറെ ഒരു വസ്തുവിനോടുണ്ടാവും. ലോകത്തിൽ ഏറ്റവും സുഖത്തിന് കാരണം പ്രിയമാണ്. ലോകത്തിൽ ഏറ്റവും അധികം ദുഃഖത്തിന് കാരണവും പ്രിയമാണ്. ഹിറ്റ്ലറിനെ പോലെയുള്ള ആളുകളും ഹിരണ്യകശിപുവിനെ പോലെയുള്ള ആളുകളും ഉണ്ടായത് പ്രിയം കൊണ്ടാണ്. അവർക്ക് അവരുടെ രാജ്യത്തിനോടും അവരുടെ ആദർശത്തിനോടുള്ള അത്യധിക ഭക്തിയാണ് അവരെ കൊണ്ട് എത്രയോ ആളുകളെ കൊല്ലാനും അത്രയൊക്കെ ഊർജം കൊണ്ടുവരിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ പ്രിയം ആശ്ചര്യമായ ഒരു ഫിനോമിനനാണ് ആസക്തി എന്ന് പറയുന്നത്. ആസക്തി ആത്മാവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഇമോഷനാണ്. നമ്മളത് അഹങ്കാരം എന്ന് പറയും. അഹങ്കാരം എന്നുള്ളത് ആത്മാവിന്റെ ആദ്യ അവതാരമാണ്. അഹങ്കാരം എന്ന് നമ്മൾ വിളിക്കുന്നതും നിത്യമായ സത്തയിൽ നിന്നും ആദ്യം പിരിഞ്ഞു വരുന്ന രൂപമാണ് അഹങ്കാരം. അപ്പൊ എല്ലാ പ്രിയത്തിനും മൂലം നമ്മളാണ്. എന്തും നമ്മളുടെ അടുത്ത്. അതാണ് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോകുമ്പോ പോലും എന്റെ ഗുരുവായൂരപ്പ എന്നാണ് പറയണത്. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവില്ല. ബോംബെയിൽ പോയാൽ ഡോംബുവില്ലിയിൽ ഒരു ഗുരുവായൂരപ്പന്റെ കോവിലുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ വാശിയിൽ പോയിട്ട് വന്നു, അവിടെ ഒന്ന് കേട്ടുന്നു. പിന്നെ ഗോരേഗോവിലുണ്ട്, എവിടേക്കോ ഉണ്ട് ഗുരുവായൂരപ്പന്റെ അമ്പലം. അതിൽ ഓരോരുത്തർ പറയും ഈ ഗുരുവായൂരപ്പന്റെ അത്ര അത് വരില്ല എന്ന് പറയും. മുള്ളൻറിയിലുള്ള ഗുരുവായൂരപ്പൻ ഡോംബുവില്ലിയിലുള്ള ഗുരുവായൂരപ്പന്റെ അത്ര വരില്ല എന്ന് പറയും അവരും. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഇരിക്കണു, അതാണ് കാര്യം. ഒക്കെ എന്റെ അടുത്താവുമ്പോഴാണ് പ്രിയം കൂടുതൽ. എന്റെ സ്വാമി ആണ് ഒക്കെ നോക്കുമ്പോ. അപ്പോ കാര്യം എന്താ? എന്റെ അടുക്കണം, എന്റെ അടുത്ത് വരണം. ഇപ്പൊ സത്സംഗവും അതെ. നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നിങ്ങൾ ഇരിക്കും. നിങ്ങളെ ബാധിക്കാത്ത വിഷയമാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു വിധത്തിലും സമ്പർക്കമില്ലാത്തതാണെങ്കിൽ കുറച്ചു നേരം ഇരിക്കും, പിന്നെ എണീറ്റ് പോകും. എന്തും എന്നോട് അടുക്കണം, എന്നോട് സംബന്ധപ്പെടണം. അപ്പോഴാണ് ഞാൻ പതുക്കെ അതിനോട് ഇഷ്ടം കാണിച്ചു തുടങ്ങുന്നതും പ്രിയം കാണിച്ചു തുടങ്ങുന്നതും ഒക്കെ. അപ്പൊ പ്രിയത്തിന്റെ ആസക്തിയുടെ സോഴ്സ്, അതിന്റെ മൂലം അന്തര്യാമിയാണ്. ഇതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. നാരദ മഹർഷി ഭക്തിസൂത്രത്തില് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനമായ സൂത്രമാണത്. ആത്മരതി അവിരോധേനേതി ശാണ്ഡില്യഃ എന്നാണ്. ആത്മാവിനോടുള്ള രതിക്ക് വിരുദ്ധമല്ലാതെ ഉള്ള രതി. ലോകത്തിൽ എന്തൊക്കെ വസ്തുവിനോട് നമുക്ക് പ്രിയം ഉണ്ടാവുന്നു കാണാം. ആ പ്രിയം ഇവിടെയാണ് ഉദിക്കണത്, എന്നിലാണ് ഉദിക്കണത്. ആ പ്രിയത്തിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. നിഷേധിക്കും തോറും അത് പെരുകും. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? കൃഷ്ണൻ ജനിച്ച ഉടനെ വസുദേവരോടും ദേവകിയോടും ഒരു ഉപദേശം കൊടുക്കണുണ്ട് ഭാഗവതത്തിലും.
കഴിഞ്ഞ 2 ജന്മത്തിലും ഭഗവാനെ തപസ് ചെയ്ത് അങ്ങ് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞായിട്ട് ജനിക്കണമെന്ന് പ്രാർത്ഥിച്ച് വരം വാങ്ങിച്ചവരാണ് ഇവര്. എന്നിട്ടും മുക്തരായില്ല, ജ്ഞാനികളായില്ല, വീണ്ടും ജനിക്കേണ്ടി വന്നു. അതിന് കാരണം ഭഗവാൻ പറയണു, നിങ്ങൾ മോഹിതരായിരുന്നു എന്റെ മായ കൊണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് കുഞ്ഞു വേണം എന്ന് പ്രാർത്ഥിച്ചു, ഞാൻ കുഞ്ഞായിട്ട് വന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടായാലാണ് സുഖമുണ്ടാവുക എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. സുഖത്തിന് വേണ്ടിയാണല്ലോ കുഞ്ഞ്, അല്ലേ? അല്ല, കുഞ്ഞിനു വേണ്ടിയാണോ കുഞ്ഞെങ്കിൽ ലോകത്തിൽ ധാരാളം കുഞ്ഞുങ്ങളുണ്ടല്ലോ. എനിക്കൊരു കുഞ്ഞു വേണം, അപ്പോഴാണ് സുഖം, അല്ലേ? ജ്ഞാനികൾ എനിക്ക് വേണമെന്നും പറയണില്ല. അവർക്ക് വസുധൈവ കുടുംബകം എല്ലാം നമ്മളുടെയാണ്. എനിക്ക് പ്രത്യേകിച്ച് വേണം, അപ്പോഴാണ് എനിക്കൊരു സുഖം വരണത്. അപ്പൊ അങ്ങനെ 2 ജന്മം നിങ്ങൾ തൊലച്ചു. ഈ ജന്മത്തിൽ നിങ്ങൾക്കിതാ ഞാൻ കുഞ്ഞായിട്ട് ജനിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ എന്നെ പുത്രൻ എന്ന് കാണരുതെന്ന് ഞാൻ പറയില്ല. അത് മടയത്തരമാണ്. കാരണം പുത്രൻ എന്ന് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, ഒരു വാത്സല്യം ഉണ്ടാവും. നമുക്ക് എല്ലാ റിലേഷൻഷിപ്സും നോക്കാം ജീവിതത്തിൽ. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, അമ്മയ്ക്ക് കുഞ്ഞിനോട്, ബന്ധുക്കളോട് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സുഖം ഉണ്ടാവും, പ്രിയം. ആ പ്രിയത്തിനെയാണ് ഭഗവാൻ പറയണത്, അത് സത്യത്തിന്റെ ഒരു ഡയമെൻഷനാണ്, ഒരു വശമാണ്. ആ പ്രിയത്തിനെ നിങ്ങൾ കൊല്ലണ്ട. നിങ്ങൾക്ക് അതിനെ മാറ്റി നിർത്തിയിട്ട് ഒരു പ്രത്യേക ഭക്തി ഉണ്ടാവാൻ പോണില്ല. ഭക്തി ഇതിന്റെ തന്നെ വികസിത ഭാവമാണ്. ഭക്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇനിയൊന്നും ഉണ്ടാവാനുള്ളതല്ല, ഭാവനാത്മകമല്ല. സഹജമായ നാച്ചുറൽ ആയിട്ടുള്ള ലവ്, ആസക്തിയെ ഭക്തിയാക്കി മാറ്റാം. അതുകൊണ്ടാണ് ഗീതയിലും ഭഗവാൻ ആസക്തമനാഹ എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചത്. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ ആസക്തി എന്ന വാക്ക് പ്രയോഗിച്ചത്. ആസക്തി നമുക്കറിയാം. ആ ആസക്തിയെ ഭക്തിയാക്കി മാറ്റാൻ അല്പം അറിവ് അതിനോട് ചേർക്കണം, അത്രയേ ഉള്ളൂ. ശ്രീശങ്കരൻ ഇതിന് ഉദാഹരണം പറയണത്, ഒരാൾക്ക് നെയ്യ് കഴിച്ചിട്ട് ദഹനക്കേട് പിടിച്ചു. ദഹനക്കേട് പിടിച്ചിട്ട് വൈദ്യന്റെ അടുത്ത് ചെന്നു. വൈദ്യൻ ഒക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദഹനക്കേടാണ്, നെയ്യ് കഴിച്ചിട്ടാണ് കുഴപ്പം. സാരമില്ല, ഞാൻ ഒരു മരുന്ന് തരാം എന്ന് പറഞ്ഞ് ഉള്ളിൽ പോയി ഒരു ബോട്ടിൽ എടുത്തോണ്ട് വന്നു. അപ്പൊ ഇയാൾ രോഗി ചോദിച്ചു, ഇതെന്താ ചോദിച്ചു. ഇതൊരു നെയ്യാണ്. ഈ നെയ്യ് കഴിച്ചിട്ടുള്ള സൂക്കേടിന് നെയ്യ് തന്നെ മരുന്ന്. നെയ്യില് അല്പം ഔഷധം വേറെ എന്തൊക്കെയോ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ആസക്തി കൊണ്ടാണ് നമുക്ക് സകല ദുഃഖങ്ങളും വന്നിരിക്കുന്നത്. ആസക്തി തന്നെയാണ് നമ്മളുടെ മുക്തിക്കും കാരണം. അറിവ് പ്രയോജനപ്പെടില്ല, വെറും അറിവ് പ്രയോജനപ്പെടില്ല, വെറും ആസക്തിയും പ്രയോജനപ്പെടില്ല. അറിവ് ആസക്തിയോട് ചേരണം. കൃഷ്ണൻ അവിടെ ഉപദേശിക്കുന്നത് വസുദേവരെയും ദേവകിയെയും ഈ കാര്യം നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക. വീട്ടിൽ പോയിട്ട് സാധിക്കുമെങ്കിൽ കുടുംബജീവിതത്തിൽ പതുക്കെ പതുക്കെ പ്രായോഗികത്തിൽ കൊണ്ടുവരിക. സാധിച്ചിട്ടില്ലെങ്കിൽ ഭഗവാനെ സാധിക്കണില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുക. അത്രേ പറ്റുള്ളൂ. യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃച്ഛിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേധേ മദ്ഗതിം പരാം. ഇത് ഭാഗവതത്തിന്റെ സിദ്ധാന്തമാണ്. യുവാം മാം പുത്രഭാവേന, ആദ്യം പറഞ്ഞു പുത്രഭാവേന എന്ന് തന്നെ പറഞ്ഞു. ഇതിൽ വേറെ ഒരു സൈഡുണ്ട്. വാമനാവതാര സന്ദർഭത്തിൽ അതിഥി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോ ഭഗവാനോട് പറയണു, എന്റെ മക്കളൊക്കെ വിഷമിക്കുകയാണ്, അങ്ങ് തന്നെ അവതരിച്ച് രക്ഷിക്കണം. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ലോകത്തിൽ അവതരിക്കണമെങ്കിൽ ആരിലൂടെയെങ്കിലും വേണമെങ്കിൽ ലോകത്തിൽ വരാൻ. ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരാം, ഇതാരോടും പറയരുത്. ഭർത്താവായ കശ്യപ പ്രജാപതിയെ എന്റെ സ്വരൂപമായിട്ട് അങ്ങോട്ട് ധ്യാനിച്ചിട്ട് ജീവിക്കാം, ഞാൻ നിങ്ങൾക്ക് പുത്രനായിട്ട് ജനിക്കാം എന്ന് അഷ്ടമാധ്യായത്തിൽ വാമനാവതാരത്തിന് കാരണം അങ്ങനെയാണ്. കശ്യപ പ്രജാപതിയോട് പോലും പറയരുത്,
അദ്ദേഹത്തിന് ഉള്ളില് ഭഗവത് സ്വരൂപമാണ് ഭർത്താവ് എന്ന് ധ്യാനിച്ച് എന്റെ തന്നെ സ്വരൂപമായി ധ്യാനിച്ചുകൊള്ളുക. ഇത് കശ്യപ പ്രജാപതിക്കോ അതിഥിക്കോ ഉള്ള ഉപദേശമല്ല, നമുക്കൊക്കെ ഉള്ള ഉപദേശ. നമ്മളുടെ ഭാവമാണ് മുഖ്യം. ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള ഭാവവും ഭർത്താവിന് ഭാര്യയോടുള്ള ഭാവവും രണ്ടുപേരും പരസ്പരം അവരിലുള്ള ആസക്തിയെ ഭക്തിയാക്കി മാറ്റാൻ അല്പം അറിവിനെ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. കുഞ്ഞിനോടുള്ള ആസക്തിയെ വാത്സല്യ ഭക്തിയാക്കി മാറ്റാൻ ഈ ആസക്തി കുഞ്ഞിന്റെ ശരീരത്തിനോടുള്ളതല്ല, ഉള്ളിലുള്ള അന്തര്യാമിയോടാണ്. എന്റെയും ഉള്ളിൽ അന്തര്യാമിയിൽ നിന്നാണ് ഈ പ്രിയം, ഈ സുഖം ഉണ്ടാവണത്. ഭർത്താവിനോടുള്ള ഭാര്യയുടെ പ്രിയം ആ ശരീരത്തിനോടല്ല. ഈ ശരീരം നശിച്ചു പോകും. അതിനകത്തൊരു ചൈതന്യമുണ്ട്, ഒരു ബോധവസ്തുവുണ്ട്. അതിനോടാണ് ഈ പ്രിയം. അത് നിത്യവസ്തുവാണ്, അത് ഭഗവത് സ്വരൂപമാണ്. ഇങ്ങനെ പതുക്കെ 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 ഭർത്താവിനെ ആത്മസ്വരൂപമായി ഭാര്യയ്ക്ക് കാണാൻ കഴിയുമെങ്കിൽ, ഭാര്യയെ ആത്മസ്വരൂപമായി ഭർത്താവിന് കാണാൻ സാധിക്കുമെങ്കിൽ അവരിൽ ഭഗവാനല്ലാതെ പിന്നെ ആരവതരിക്കും? എത്ര ഗംഭീരമായ ആശയം! നമ്മൾ വെറുതെ കഥ പറഞ്ഞു പോണു. ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ കാലത്ത് ഭർത്താവിനെ ഭഗവാനായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ അത് കുറെ ആളുകൾ മുതലെടുത്തിട്ടുണ്ടാവും. ഭർത്താവ് ഒരു പണിയെടുക്കാതെ ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നുണ്ടാവുമായിരിക്കും. എന്താ, പുരുഷന്മാര് മാത്രം ശാസ്ത്രം പഠിച്ചതുകൊണ്ട് സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവില്ല. സ്ത്രീകളെ ദേവിയുടെ സ്വരൂപമായി കാണണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതൊക്കെ ആയിരിക്കും കുഴപ്പം. പക്ഷെ ഇതിന്റെ തത്വം, എന്തൊക്കെ തന്നെ അതിന് കുഴപ്പം വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ തത്വത്തിന് കേടുപാടൊന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ അറിവും യോഗശക്തിയുമുള്ള ആളുകൾക്ക് ഇന്നും പ്രായോഗികമാക്കാവുന്നതാണ്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. നിങ്ങൾ എന്നെ പുത്രനായിട്ട് കാണൂ. വെറുതെ ബ്രഹ്മമാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു സംബന്ധവും തോന്നില്ല. കാരണം ബ്രഹ്മം എന്ന് വെച്ചാൽ നമുക്ക് എന്താണെന്ന് അറിയില്ല. ഉപനിഷത്തുകളിലൊക്കെ ബ്രഹ്മമാണ്, ബ്രഹ്മം സത്യം ജഗൻ മിഥ്യ എന്നൊക്കെ പറഞ്ഞു കുറെ കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് ആപ്പാടെ ബോറടിക്കുകയാണ്. ഈ ബ്രഹ്മം എന്താന്നേ പിടികിട്ടില്ല. അതൊരു വാക്ക് മാത്രമാണ്, ഇറ്റ്സ് ഓൺലി എ വേർഡ്. അപ്പൊ ഭഗവാൻ പറയണത് ബ്രഹ്മത്തിന് ഒരു പേരുണ്ട്, പ്രിയം എന്നാണ് പേര്. തമിഴില് തിരുമൂലർ എന്ന സിദ്ധർ പാടി. ശിവന്റെ മറ്റൊരു പേരാണ് അൻപ്. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ, അൻപേ ശിവമാവത് യാരും അറിയിലാർ, അൻപേ ശിവമാവത് യാരും അറിந்த പിൻ അൻപേ ശിവമായി അമർന്നിരുന്നാരേ. പ്രിയമെന്നുള്ളത് ഭഗവാന്റെ സ്വരൂപമാണ്, ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്, ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണമാണ്. അപ്പൊ ആ പ്രിയം നമുക്ക് ഉണ്ട്, കുഞ്ഞിനോട് പ്രിയമുണ്ട്. അപ്പൊ ബ്രഹ്മത്തിനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ബ്രഹ്മം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ധരിക്കണു? ആ കുഞ്ഞിന്റെ ശരീരം കൊണ്ടോ ആ കുഞ്ഞ് എന്റേതായതുകൊണ്ടോ ആണ് പ്രിയം വരുന്നത് എന്നുള്ള അജ്ഞാനമുണ്ട്. ആ അജ്ഞാനത്തിനെ നീക്കം ചെയ്യണം, അത്രയേ ഉള്ളൂ. നമ്മൾ പതുക്കെ ആ പ്രിയത്തിന്റെ സോഴ്സ് ആത്മാവാണെന്നും സകലതും ആത്മസ്വരൂപമാണെന്നും നമ്മൾ ആ കുഞ്ഞിനെ ഒരു കണ്ണാടി പോലെയാണ് കാണുന്നതെന്നും ഭർത്താവിനെ കണ്ണാടിയാണെന്നും ഭാര്യ കണ്ണാടിയാണെന്നും എന്റെ തന്നെ അന്തര്യാമിയാണ് അവരിലൂടെ കാണുന്നതെന്നൊക്കെ പതുക്കെ 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 തെളിഞ്ഞു വരുമ്പോ നമ്മൾ ഒരു ആസക്തിയും നിഷേധിക്കേണ്ട ആവശ്യമില്ല. ആസക്തി ധ്യാനത്തിന്റെ മുഖ്യമായ വശമാണ്. ആസക്തി നമുക്ക് ഏർപ്പെട്ട് കഴിഞ്ഞു, അതിൽ ഭഗവത് ബുദ്ധി കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊരു കല്ലിനെ എടുത്തു വെച്ചിട്ട്, തിരുമൂലർ പറയണു തിരുമന്ദിരത്തില് ഒരു കല്ലിന്റെ പകുതി മുറിച്ചിട്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി. എന്നിട്ട് ആ വിഗ്രഹത്തിനെ അതിഭക്തിയോടുകൂടെ പൂജിക്കുന്നു. ആ വിഗ്രഹത്തിനെ കാണുമ്പോ തന്നെ ഇയാൾ വികാരഭരിതനാകുന്നു. അയാൾ നിൽക്കുന്നത് അതിന്റെ ബാക്കി പകുതിയുടെ മേലെയാണെന്നാണ്. അയാൾ നിൽക്കുന്നത് അതിന്റെ ബാക്കി പകുതിയുടെ മേലെയാണ്. എന്നിട്ടാണ് ബാക്കി പകുതി കല്ലിനോട് പ്രേമഭാവത്തോടുകൂടെ. അപ്പോ ഇയാളുടെ ഭക്തി എവിടെ കിടക്കണു? അന്തര്യാമിയിലാണ്, അല്ലേ? ആ അന്തര്യാമിയിലുള്ള ഭക്തിയെ ആ കല്ലില് ഉണ്ടാക്കി. കല്ലിലും ഉണരും. ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് കാളിയെ പ്രേമിച്ചു വശത്തിലാക്കി. ആ വിഗ്രഹത്തിൽ ദേവിയെ ഉണർത്തി. നിർഗുണത്തിന്റെ ഏറ്റവും ഉയർന്ന പടിയാണ് ഒരു കല്ലിൽ ബ്രഹ്മത്തിനെ ഉണർത്തുക എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് സഗുണമാണെന്നാണ് വിചാരിക്കുന്നത്. ഒരു കല്ലിൽ നിങ്ങൾക്ക് സർവകാരുണ്യശക്തിയുമുള്ള സഗുണ ബ്രഹ്മത്തിനെ കാണാമെങ്കിൽ വികാരങ്ങളുള്ള മനുഷ്യരിൽ കാണാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ കല്ലിൽ പോയി കാണുക.
ഒരു ചലനവുമില്ലാതെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു പാഷാണത്തിൽ കാരുണ്യമൂറുന്ന അന്തര്യാമിയെ ഉണർത്തുകയാണ്. ആ അന്തര്യാമിയും ശ്രീരാമകൃഷ്ണദേവന്റെ ഉള്ളിലാണ്, കല്ലിലല്ല. വേറെ ആരും കണ്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും ഭ്രാന്തെന്ന് വിളിച്ചത്. ഇയാള് കാളിയുടെ അടുത്ത് വർത്തമാനം പറയണു, അമ്മയ്ക്ക് ഊണ് കൊടുക്കണു, അമ്മയുടെ അടുത്ത് കരയണു, അമ്മയുടെ അടുത്ത് പലതും പറഞ്ഞ് ചിരിക്കുന്നു, തമാശ പറയണു. ഇതൊക്കെ കണ്ടപ്പോ ആളുകൾ തീരുമാനിച്ചു ഈ പൂജാരിക്ക് വട്ടാണ്, ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ആ കല്ലിനെ വെച്ച് ഉപാസിച്ച് കല്ലിൽ അന്തര്യാമിയെ ഉണർത്തിയത് കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ജീവനുള്ള ആളുകളൊക്കെ അടുത്ത് വരുമ്പോ ഒന്ന് തൊടുകയോ ഒന്ന് നോക്കുകയോ ചെയ്താൽ മതി, അവർ ഉണരും. നമ്മളുടെ ഉള്ളിലുള്ളതാണ് അവിടുന്ന് വരുന്നതേ. പ്രഹ്ലാദൻ ജഗത്ത് മുഴുവൻ വിഷ്ണുവാണെന്ന് കണ്ടുകൊണ്ടിരുന്നു. നമ്മൾ വേദാന്തപരമായി പ്രഹ്ലാദ ചരിത്രത്തിനെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണമെന്ന് വെച്ചാൽ, നരസിംഹം എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ, തൂണില് ഭഗവാൻ ഉണ്ടോന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ തൂണില് നരസിംഹസ്വാമിയെ കണ്ടതുകൊണ്ട് പ്രഹ്ലാദന്റെ അന്തര്യാമിയാണ് തൂണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത്. പ്രഹ്ലാദൻ തന്നെ തന്നെയാണ് അതിനകത്തിലൂടെ നരസിംഹമായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത്. പ്രഹ്ലാദന്റെ ദർശനശക്തിയാണ്, അമൃതദൃഷ്ടിയാണ്. ഇതിൽ മുഴുവൻ ഉണ്ട് ഭഗവാൻ. അതാണ് സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ച ആത്മനഃ അദൃശ്യത അത്യദ്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. വൈകുണ്ഠത്തുനിന്ന് വന്നു എന്ന് പറഞ്ഞില്ല. നിജഭൃത്യഭാഷിതം സത്യം വിധാതും, തന്റെ ഭൃത്യന്റെ വാക്ക് സത്യമാക്കി ചെയ്യാനായിട്ട് സകലഭൂതങ്ങളിലും ആത്മാ ഉണ്ടെന്ന് ഉള്ള സത്യത്തിനെ പ്രകാശിപ്പിക്കാനായിട്ട് വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ച ആത്മനഃ, അഖിലഭൂതങ്ങളിലും അന്തര്യാമി ഉണ്ടെന്നും ആ ആത്മാ പ്രകാശിക്കേ വേണ്ടുവെന്നും സ്വാമി രാമതീർത്ഥൻ പറയും. ഗോഡ് സ്ലീപ്സ് ഇൻ റോക്സ്, he moves about in he take breath in plants, he moves about in animals and wakes up to consciousness in man. ഈശ്വരൻ പാഷാണത്തിൽ ഉറങ്ങിക്കിടക്കുകയും സസ്യങ്ങളിൽ ശ്വാസപ്രശ്വാസം ചെയ്യുകയും മൃഗങ്ങളിൽ ചരിക്കുകയും അറിവുള്ള മനുഷ്യനിൽ ഉണരുകയും ചെയ്യുന്നു. ഈശ്വരൻ ഇല്ലാത്തത് എവിടെയാ? എല്ലാത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു, സർവഭൂതങ്ങളിലും ഉറങ്ങിക്കിടക്കുന്നു, സകല ചരാചരങ്ങളിലും ചൈതന്യം ഉറങ്ങിക്കിടക്കണം. ഉണർത്തണമെങ്കിൽ എന്നിൽ ഭാവം ഉണ്ടാവണം. ഭാവം ഉണ്ടായാൽ കല്ലില് ഭാവമുണ്ട്. കല്ല് വർത്തമാനം പറയും. കല്ലില് ഭഗവാൻ പ്രകാശിക്കും, മരത്തിൽ ഭഗവാൻ പ്രകാശിക്കും, ഏതിൽ വേണമെങ്കിലും ഭഗവാൻ പ്രകാശിക്കും. ഈ നോർത്തിൽ വടക്കില് ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കണ്ണ് ശരിക്കും കാണില്ല. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് മറന്നുപോയി. അദ്ദേഹത്തിന്റെ അടുത്തൊരു കോളേജ് പ്രൊഫസർ, ഒരു സ്ത്രീ പറഞ്ഞു, സ്വാമി ഈ കല്ലിനെയൊക്കെ ആരാധിക്കുന്നുണ്ടല്ലോ, കല്ലിൽ എങ്ങനെയാ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക? വലിയ വേദാന്തിയാണോ അദ്ദേഹം. വേദാന്തം പറയണു അന്തര്യാമിയെ ഉള്ളിൽ വിചാരം ചെയ്ത് അറിയണമെന്ന്. കല്ലിലും ആത്മാവുണ്ടോ, ചൈതന്യം ഉണ്ടോ, അത് പ്രതികരിക്കുവോ എന്നൊക്കെ ചോദിച്ചു. അതിനൊന്നും അദ്ദേഹം ഉത്തരം പറയില്ല. ദിവസം ഈ പ്രൊഫസറിനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മലയിൽ നടക്കാൻ പോയിട്ട്, റാഞ്ചി ആ പ്രദേശത്ത് എവിടെയോ, ഒരു കല്ലിനെ എടുത്തിട്ട് ദിവസവും അദ്ദേഹം വർത്തമാനം പറയും. ചിന്താമണി എന്ന് പേര് വെച്ചു ആ കല്ലിന്. എന്നിട്ട് ആ കല്ലിന്റെ അടുത്ത് വർത്തമാനം പറയും, പല കാര്യങ്ങളും ചോദിക്കും, നീ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കും. എന്നിട്ട് ആ കല്ലിനെ അവിടെ വെക്കും, എന്നിട്ട് പോകും. കുറെ ദിവസം കഴിഞ്ഞ ഒരു ദിവസം ഇവര് കുറച്ച് ദൂരത്തിരുന്നിട്ട്, ഇറക്കത്തിലാണ്, ദൂരത്തിരുന്നിട്ട് ചിന്താമണി എന്ന് വിളിച്ചു. ആ കല്ല് അവിടുന്ന് ഉരുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഏതിലാ സത്ത ഇല്ലാത്തത്? സത്ത എല്ലാത്തിനും ഉള്ളിലുമുണ്ട്. അത് നിർഗുണമാണ് എന്ന് നമ്മൾ പറയുമ്പോ ഗുണമില്ലാത്തത് എന്നല്ല അർത്ഥം. നിർഗുണം എന്ന പദത്തിന് എല്ലാ ഗുണത്തിന്റെയും സോഴ്സാണത്. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമെന്നേ അർത്ഥമുള്ളൂ. ത്രിഗുണ സമ്പർക്കമില്ലാത്തതെന്നേ അർത്ഥമുള്ളൂ. സ ഈശ്വര ജ്ഞാന ശക്തി വീര്യ ബല തേജോഭിഹി സദാ സമ്പന്ന എന്ന ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യത്തിലത്. അപ്പോ സർവ അലൗകിക ഗുണങ്ങളും ഒരു കല്ലില് വേണമെങ്കിലും മാനിഫെസ്റ്റ് ആവും നമുക്ക് ഭാവം ഉണ്ടെങ്കിൽ.
നമ്മളുടെ ആസക്തിയാണ് നമ്മളുടെ ഫോഴ്സ് സെന്ററിലേക്ക് വരാൻ വേണ്ടും. നമ്മളുടെ അധ്യാത്മസാധന വിജയിക്കണമെങ്കിൽ അനാസക്തന്മാരായാൽ നടക്കില്ല. ആസക്തരായാലും നടക്കില്ല. മഹാത്മാക്കളിൽ നിന്ന് നമ്മൾ ആ സീക്രട്ട് പഠിക്കണം. അവരാസക്തരുമാണ്, അനാസക്തരുമാണ്. അവര് നമ്മളിൽ പ്രിയം ചൊരിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോടാണ് അവർക്ക് ഏറ്റവും പ്രിയമെന്ന് വിചാരിക്കും. അവര് നമ്മളുടെ ശരീരത്തിനോടല്ല പ്രിയം ചൊരിയുന്നത്, ഉള്ളിലുള്ള വസ്തുവിനെ കണ്ടിട്ടാണ് ആ പ്രിയം. അതേ പ്രിയം അതുകൊണ്ട് വേറെ ഒരാളുടെ അടുത്തും വരും. ആ പ്രിയം ഭൂമാവിനോടാണ്, അല്പത്തിനോടല്ല. ഭൂമാവൈ സുഖം ന അല്പേ സുഖമസ്തി എന്ന് നാരദനോട് സനത്കുമാരൻ ഉപദേശിക്കുന്നു ഉപനിഷത്തിൽ. നാരദരെ, അല്പമായ വസ്തുക്കളെ പ്രേമിക്കരുത്, അല്പത്തിന്റെ ഉള്ളിലൂടെ അനന്തത്തിനെ കണ്ട് പ്രേമിക്കുക. കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു, മുത്തുകൾ കോർത്തിട്ടുള്ള ഒരു മാലയിലെ ചരട്, സൂത്രേ മണിഗണായിവ്, ആ ചരട് ഞാനാണ്, മുത്തുകളാണ് ഓരോ ജീവനും. അപ്പോ വേദാന്തത്തിന്റെ ഉപദേശം മുത്തിനോട് ഇഷ്ടം വെക്കരുത്, ചരടിനോട് ഇഷ്ടം വെക്കുക. ചരടിനോട് ഇഷ്ടം വെക്കുമ്പോൾ ഓരോ മുത്തും സന്തോഷിക്കും, എന്നെ കണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കാണുന്നവൻ ചരടിനെ കണ്ടിട്ടാണ് ചിരിക്കുന്നതും പ്രേമിക്കുന്നതും സന്തോഷിക്കുന്നതും, പുറമേക്കുള്ള മുത്തിനെ കണ്ടിട്ടല്ല. മനസ്സിലായോ? മനസ്സിലായ പോരാ, കാണണം. ആ ചരടിനെ കാണണം, സൂത്രത്തിനെ കാണണം. സൂത്രം മഹാൻ അഹം ഇതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി സതസച്ഛ തയോഹോ പരം യത് എന്ന് ഭാഗവതം. സൂത്രം മഹാൻ അഹമിതി പ്രവദന്തി ജീവം. ഓരോ ശരീരത്തിന് പുറകിലും സൂത്രം, ഒരു ചരടെന്ന വണ്ണം, മാലയിൽ ചരടെന്ന വണ്ണം എല്ലാത്തിനു പുറകിലും അന്തര്യാമിയായി ഭഗവാൻ ഇരിക്കണം. അപ്പൊ ആസക്തി വരുമ്പോ, പ്രിയം വരുമ്പോ, ഭർത്താവിനോട് പ്രിയം, ഭാര്യയോട് പ്രിയം, അമ്മയോട് പ്രിയം, അച്ഛനോട് പ്രിയം, കുട്ടികളോട് പ്രിയം, ആ പ്രിയമൊക്കെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, ഒന്നിനെയും നിഷേധിക്കരുത്. പക്ഷെ അതോടൊപ്പം തത്വവിചാരം ഇത്തിരി ചേർക്കുക. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വിട്ടുപോകും, ഇതൊന്നും ശാശ്വതമല്ല. പ്രിയം വെച്ചുകൊണ്ട് അവർക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അവരിൽ നിന്ന് തിരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ ആശ്രയിച്ചാൽ അവരെന്നെ വിട്ടുപോകുമ്പോൾ ഞാൻ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വേണ്ട, അങ്ങോട്ടെല്ലാം ചെയ്യാമെന്ന് മാറ്റിയാൽ മതി. ആശ്രയ ദൂഷ്യം എടുത്താൽ മതി. ആശ്രയം നിത്യസത്യത്തിനോടാണ്, ആശ്രയം നാമരൂപത്തിനോടല്ല. നാമരൂപത്തിനെ എടുത്തു കളഞ്ഞിട്ട് ഉള്ളിലുള്ള സത്യത്തിനെ ആശ്രയിക്കുകയും സത്യത്തിനോട് നമുക്ക് ഓൾറെഡി ഉള്ള പ്രേമത്തിനെ, സത്യത്തിനെ പ്രേമിക്കുന്നതാണ് ഈ ആസക്തി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാണുന്നതൊക്കെ ആത്മാവായിട്ട് തീരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് 50 വർഷമായ ഒരു ഭാര്യാഭർത്താക്കന്മാര്, നിങ്ങൾ പരസ്പരം ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയെയോ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഭാവം ഒരേ ആളുമായിട്ട് ബന്ധപ്പെടുന്ന പോലെയാണ്. ഭർത്താവിനെ സ്മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭാവം എത്രയോ കാലമായിട്ട് അറിയുന്ന അതേ ആളാണ്. ഭാര്യയെ സ്മരിക്കുമ്പോൾ ഭർത്താവിനുണ്ടാവുന്ന ഭാവം ഒരേ ആളാണ്, അതേ ആളാണ്, അതേ ഭാവമാണ് ഉണ്ടാവുന്നത്. പക്ഷേ കല്യാണ ആൽബം എടുത്തു നോക്കൂ, ആള് മാറിപ്പോയി, രൂപമൊക്കെ മാറി, ശരീരം മാറി, തലമുടിയൊക്കെ നരച്ചുപോയി, അതൊക്കെ കൊഴിഞ്ഞുപോയി, വേറെ തലമുടി വന്നു, പല്ലൊക്കെ പോയി. എല്ലാം നമ്മൾ ആരെയാണോ ഭർത്താവ് ഭാര്യ എന്ന് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് വന്നത്, ആ ഭാര്യയും ഭർത്താവും ഒക്കെ പോയി കഴിഞ്ഞു. ഓരോ കോശവും മാറിക്കഴിഞ്ഞു. എന്നിട്ടും നമ്മളുടെ ഭാവം എന്താ? നമ്മൾ ഏതോ ഒന്ന് മാറാത്തൊരു വസ്തുവിനെ ആണ് നമ്മൾ ഓർക്കണത്. നമ്മൾ വാസ്തവത്തിൽ ആരോടാണോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് അയാളെ നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്ന ആ രൂപത്തിനോട് നമുക്ക് കമ്മ്യൂണിക്കേഷനും ഇല്ല. അതുകൊണ്ടാണ് ആ രൂപം മാറിയതൊന്നും നമ്മൾ എഫക്ട് ചെയ്യണില്ല. കമ്മ്യൂണിക്കേഷൻ ഒരേ സെന്ററിലാണ്. നമ്മളൊക്കെ ഹൃദയത്തിനോടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അറിയണില്ല, അത്രയേ ഉള്ളൂ. വേദാന്തം പറയുന്നു ഇത് അറിയൂ എന്നാണ്. അല്ലാതെ ജ്ഞാനികൾ പുതിയതായിട്ട് എല്ലാരെയും ആത്മാവായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ ജ്ഞാനികൾ പുതിയതായിട്ടൊന്നും കാണാൻ പോണില്ല. രമണ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ഉപനിഷത്ത് പറയണു ജ്ഞാനികൾ എല്ലാരെയും ആത്മസ്വരൂപികളായിട്ട് കാണുമെന്ന് പറയണമല്ലോ, ഭഗവാനെ അങ്ങ് എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു.
മഹർഷി പറഞ്ഞു, നിങ്ങളൊക്കെ എന്താണോ കാണുന്നത് അതന്നെ ഞാനും കാണുള്ളൂ. ഞാൻ കാണുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നിങ്ങൾ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ എന്നാണ്. ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ എന്താ കാണുന്നത്? നിങ്ങൾ ശരീരം കാണുന്നു, മനസ്സ് കാണുന്നു. അതിൽ അനേകം എന്റെ വംശത്തിൽപ്പെട്ട ആള്, എന്റെ കുടുംബത്തിൽപ്പെട്ട ആള്, എന്റെ ജാതിയിൽപ്പെട്ട ആള്, എന്റെ രാജ്യത്തിൽപ്പെട്ട ആള് പലതും ആരോപിച്ച് കാണുന്നു. അതൊന്നും ഞാൻ കാണുന്നില്ല, അത്രേ ഉള്ളൂ. നിങ്ങളും ഞാൻ കാണുന്ന വസ്തു നിങ്ങളും കാണുന്നുണ്ട്. ഞാൻ ഈ പുതിയതായിട്ട് ഒരു അനുഭവത്തിലേക്ക് പോയി ചേരുകയാണെങ്കിൽ പുതിയതായിട്ട് വരുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ജ്ഞാനിയുടെ ആത്മദർശനം പുതിയതാണെങ്കിൽ അത് നഷ്ടപ്പെട്ടും പോകും. അപ്പൊ ആത്മദർശനം പുതിയതല്ല, ഇപ്പൊ തന്നെ ഉള്ളതാണ്. നമുക്കിപ്പോ നമ്മളൊക്കെ ആത്മദർശികളാണ്. പക്ഷെ ആത്മാവിനോടൊപ്പം അനാത്മവസ്തുവിനെ കൂട്ടിക്കുഴച്ചിരിക്കണു. നമ്മൾക്ക് ആസക്തി ഉണ്ടാവണതും നമ്മൾ ആത്മാവിന് പ്രിയം ഭഗവാനോട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് ഉണ്ടാവുകയാണെങ്കിൽ, അറിവുള്ള അമ്മയാണെങ്കിൽ തീരുമാനിച്ചോളണം ഈ പ്രിയം ഉണ്ടാവാൻ കാരണം അതിനകത്ത് ഭഗവാൻ ഉള്ളതുകൊണ്ടാണ്. ഈ പ്രിയം എന്നുള്ള രസം അന്തര്യാമിയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അത് ആസക്തി ആവാൻ കാരണം അതാണ് പറഞ്ഞത്, ദേവാത്മശക്തിം സ്വഗുണൈഹി നിഗൂഢാം എന്ന് ഉപനിഷത്ത് പറഞ്ഞത്. അതായത് ഗംഗ സോഴ്സും ഒഴുകി വരുമ്പോൾ ശുദ്ധമാണ്. ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ ഡ്രെയിനേജ് ഒക്കെ കൊണ്ട് കലക്കണ്ടല്ലോ, കാശിയിൽ വരുമ്പോഴേക്കും. അതുപോലെ ശുദ്ധമായി പ്രിയം സോഴ്സൊന്ന് പൊന്തുമ്പോ ശുദ്ധമാണ്. നമ്മളുടെ അറിവിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ മണ്ഡലത്ത് വരുമ്പോ അത് എന്റെ ആണെന്നും എന്റെ ഭാര്യയാണെന്നും കുട്ടികളാണെന്നും ഒക്കെ അറിവൊക്കെ വന്നിട്ട് ആ പ്രിയത്തിനെ കളങ്കപ്പെടുത്തി കഴിയുമ്പോ നമ്മളുടെ ബന്ധത്തിന് ആ പ്രിയം കാരണമായിട്ട് തീരുകയാണ്. എന്തെങ്കിലും മനസ്സിലായോ? അതോ അപ്പാടെ എനിക്കൊരു വിഷമം തോന്നണു. ഇത് മനസ്സിലായാൽ നമുക്കൊന്നും ഉപേക്ഷിക്കാനില്ല, പ്രിയമൊന്നും ഉപേക്ഷിക്കാനില്ല. ആരോട് പ്രിയം തോന്നിയാലും ബന്ധപ്പെടാനുമില്ല. പ്രിയം തോന്നണത് ഭഗവാനോടാണെന്നുള്ള അറിവിനെ ഓർമ്മിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. ആരോടെങ്കിലും പ്രിയം തോന്നുമ്പോ ആ പ്രിയപ്പെടുന്ന വസ്തു അടുത്തൊന്നും വേണ്ട, നമുക്ക് പ്രിയപ്പെടാം. നമ്മളിപ്പോ പ്രിയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വസ്തുവിനെ പിടിച്ചു വെക്കണു. ആ വസ്തു എനിക്ക് വേണം. എനിക്ക് ആരോട് പ്രിയം തോന്നിയോ അയാളെ ഐ വാണ്ട് ടു പൊസസ് ഹിം. ദ മൊമെന്റ് യു പൊസസ് യു ലൂസ് ദാറ്റ് ജോയ്. പ്രിയം, എന്റെ ഉള്ളിലുള്ള പ്രിയത്തിനെ അയാൾ ഒരു കണ്ണാടി പോലെ കാണിച്ചു തന്നു, അത്രയേ ഉള്ളൂ. നല്ലത്, അയാൾക്കൊരു താങ്ക്സ് വേണമെങ്കിൽ പറയാം ആ രൂപത്തിന്. അത് പുറമേയുള്ള കല്ലില് നാരായണനെ കണ്ട പോലെ പുറമേയുള്ള ഭർത്താവിലോ ഭാര്യയിലോ ഞാൻ എന്റെ ഉള്ളിലുള്ള പ്രിയം കണ്ടു. വളരെയധികം സ്നേഹിച്ച് ജീവിച്ച ഭാര്യയും ഭർത്താവ് മരിച്ചു കഴിയുമ്പോ തലക്കടിച്ച് കരയുന്ന ഭാര്യ, ഇനി ഞാൻ ജീവിക്കില്ല, ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ആളുകൾ പിടിച്ചു നിർത്തി. ഭർത്താവ് മരിച്ച ഒരു 2 മാസം കഴിയുമ്പോഴേക്കും അവര് പഴയ പോലെയായി. പിന്നെ പ്രിയം വേറെ ആരെടുത്തുമായി? എന്തെങ്കിലും വസ്തുവിനോടോ കുഞ്ഞിനോടോ പേരക്കുട്ടിയോടോ ഒക്കെ ആയി. എന്തുപറ്റി? പതുക്കെ അവരുടെ ഉള്ളിൽ അവരെ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു, ഈ പ്രിയത്തിന് ആരും കാരണമല്ല. പോയി, ആ രൂപം പോയി. ആ രൂപം ഉള്ളത്തോളം കാലം എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അതുണ്ടെങ്കിലേ എന്റെ ഉള്ളിലുള്ള പ്രിയം നിൽക്കുകയുള്ളൂ എന്ന്. പ്രിയം ആത്മാവിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ സ്വരൂപത്തിനെ നല്ലവണ്ണം അറിഞ്ഞ ജ്ഞാനികൾ നിത്യപ്രിയന്മാരായിട്ട് തീരും. അവർക്കൊന്നിനോടും ആസക്തിയില്ല, പക്ഷെ അവർ തന്നെ ആസക്തിയെ സ്വരൂപമായിട്ട് തീരും. കൃഷ്ണനെ കണ്ടു ഗോപികകൾ അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയണത്, നിത്യപ്രിയേ ത്വയി പതിസുതാദിഭിഹി ആർത്തിതൈഹിക്കും എന്ന് ചോദിക്കുകയാണ് ഗോപികൾ. ഞങ്ങൾക്ക് ലോകത്തിലുള്ളവരോടൊക്കെ പ്രിയമുള്ള ഭർത്താവ് ഭാര്യ കുട്ടികളൊക്കെ കുറച്ചു ദിവസം പ്രിയം തരണു, പിന്നെ ആർത്തിതൈഹി, അവരിൽ നിന്നും അവർക്ക് എന്തെങ്കിലും സൂക്കേട് വന്നാൽ എനിക്ക് ടെൻഷനായി വിഷമായി, എനിക്ക് എന്തെങ്കിലും സൂക്കേടോ മറ്റോ വന്നാൽ അവർക്ക് ടെൻഷനായി വിഷമായി, അവര് മരിച്ചുപോയാൽ എനിക്ക് ദുഃഖമായി. ഇങ്ങനെ ലോകത്തിലുള്ള പ്രിയത്തിലൊക്കെ ഡേഞ്ചർ ഉണ്ട്. ഒരു ഡേഞ്ചറും ആപത്തും ഇല്ലാത്തൊരു പ്രിയമാണ് അങ്ങയോടുള്ള പ്രിയം. കാരണം അങ്ങ് നിത്യപ്രിയനാണ്, നിത്യലബ്ധമായ വസ്തുവാണ്, എന്നിൽ അന്തര്യാമിയായി കുടികൊള്ളുന്നു. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാദിശോക മോഹപ്രദം തുച്ഛമഹം ഭജജ്ഞ. പിങ്കള എന്ന് പറയുന്ന സ്ത്രീ പറയാണ് ഭാഗവതത്തിൽ, സന്തം സമീപ, ഏറ്റവും അടുത്ത് എനിക്ക് അന്തര്യാമിയായി എന്റെ സ്വരൂപമായി എന്നിൽ സിദ്ധമായിരിക്കുന്നു പ്രിയത്തിന്റെ മുഴുവൻ സോഴ്സ്. അതിനെ വിട്ടിട്ട് പുറമേയുള്ള വസ്തുക്കളോടൊക്കെ പോയി ഞാൻ പ്രിയം വെക്കുന്നുവല്ലോ. ആ നിത്യവസ്തു ഒരിക്കലും എന്നെ നഷ്ടപ്പെടുത്തിക്കളയില്ല, അത് എപ്പോഴും എനിക്ക് സിദ്ധമാണ്. ആ വസ്തുവിനെ കണ്ടെത്തണം, പ്രിയത്തിന്റെ സോഴ്സിനെ കണ്ടെത്തണം.
പ്രിയമെന്ന് പറയുന്ന ഈ ഒഴുക്കിന്റെ മൂലത്തിനെ കണ്ടെത്തണം. നമ്മൾ ആരോടെങ്കിലും ഭക്തി ചെയ്യുമ്പോൾ ആ ഭക്തിയുടെ മൂലത്തിനെ കണ്ടെത്തണം. ഭക്തി എവിടുന്ന് വരണമെന്ന് കണ്ടെത്തണം. അങ്ങനെ ഭക്തിയെ നമ്മളിൽ തന്നെ കണ്ടെത്തിയാൽ വിഭക്തി ഇല്ലാതായിട്ട് തീരും. അവിടെ ഭേദബുദ്ധി ഇല്ലാതായിട്ട് തീരും. ആത്മാ പ്രിയമേ സ്വരൂപമായിട്ടുള്ളതാണ്. അൻപേ ശിവമായി അമർന്ന് ഇരുന്നാറേ. പ്രിയമേ സ്വരൂപമാണ്. അവിടെ പ്രിയമെന്നുള്ളത് ഒരു ഗുണമല്ല, പ്രിയമെന്നുള്ളത് സ്വരൂപമായിട്ട് തീരും. അപ്പൊ ആ പ്രിയമാണ് നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത്. പ്രിയമാണ് ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. പ്രിയമാണ് അംബികയുടെ സ്വരൂപം, ദേവിയുടെ സ്വരൂപം. അമ്മ എന്ന് പറയുന്നത് തന്നെ പ്രിയമാണ്. ശ്രീമാത്രേ നമഃ. നമ്മൾ ഒരുപക്ഷെ ദൈവികമായ ഭാവത്തിൽ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതാണ്. കുപുത്രോ ജായേത ക്വചിതപി കുമാതാന ഭവതി. ആചാര്യസ്വാമിയോട് പറഞ്ഞു, മകൻ വേണമെങ്കിൽ തോന്നിയവാസിയായിരിക്കാം, അമ്മ ഒരിക്കലും ഒരു ദുഷ്ടയായ അമ്മയെ കാണാൻ പറ്റില്ല. ശങ്കരനെ കുറിച്ച് പറയണത് അന്തഃശാക്തോ ബഹിശൈവ വ്യവഹാരേതു വൈഷ്ണവ എന്നാണ്. പുറമേക്ക് വേഷത്തിലൊക്കെ ശ്രീ ശങ്കരാചാര്യർ രുദ്രാക്ഷം ധരിച്ച് ഭസ്മം ധരിച്ച് കാണുമ്പോ ശൈവനാണ്. ബഹിശൈവ വ്യവഹാരേതു വൈഷ്ണവ. ഒരു വൈഷ്ണവന് എന്തൊക്കെ ലക്ഷണങ്ങൾ ശാസ്ത്രം പറയണോ അതൊക്കെ വ്യവഹാരത്തിലുണ്ട്. ഹൃദയത്തിലോ ശാക്ത. ശാക്ത എന്ന് വെച്ചാൽ മാതൃഹൃദയം എന്നർത്ഥം. ജ്ഞാനികളുടെ ഒക്കെ ലക്ഷണമാണത്, മാതൃഹൃദയം. അപ്പൊ അമ്മ എന്ന് പറയുന്നത് പ്രിയത്തിന്റെ തന്നെ സ്വരൂപമാണ്. അന്തര്യാമി തന്നെയാണ് അമ്മ, അന്തര്യാമി തന്നെയാണ് അച്ഛൻ. രമണ മഹർഷി അദ്ദേഹത്തിന്റെ ടോക്സ് വചനാമൃതമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ശുദ്ധജ്ഞാനമാണ്. പക്ഷെ മഹർഷി പറയണു, അമ്മയും അപ്പനും ആഹി എനൈ ആക്കി അളിത്ത് മഹിമാயை വീഴ്ந்து யான் ആഴ്ന്നിടും മുൻ എൻ മനം മന്നി ഇഴുത്തുൻ പദത്തിൽ ഇരുത്തിനൈ. ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ അമ്മയും അച്ഛനുമായി ഭഗവാൻ എന്റെ കൂടെ നടന്ന് എന്നെ രക്ഷിച്ചു. ആരാ ഭഗവാൻ? അന്തര്യാമി തന്നെ. ഹൃദയത്തിൽ തന്നെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഭഗവാൻ ഉണ്ട്. പ്രിയം, അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് പ്രിയത്തിന്റെ പ്രതിനിധിയാണ്. പ്രിയമില്ലെങ്കിൽ അമ്മയുമില്ല അച്ഛനുമില്ല. പ്രിയമാണ് മൂലം, പ്രിയമാണ് ജീവിതത്തിന്റെ സാരം. പക്ഷെ പ്രിയമെന്ന് പറഞ്ഞിട്ട് സ്നേഹമാണ് അഖിലസാരമൂഴിയിലെന്ന് കവി പാടി എന്ന് പറഞ്ഞിട്ട് ലോകത്തിൽ എല്ലാവരുടെ അടുത്തും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്നാൽ ദുഃഖമേ വരുള്ളൂ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ല. സ്നേഹം വാസ്തവത്തിൽ സ്നേഹത്തിന്റെ സോഴ്സ് കണ്ടെത്തിയിട്ട് സ്നേഹത്തിനെ ഞാൻ സ്വന്തമാക്കുന്നതിന് പകരം ഞാൻ സ്നേഹത്തിന്റെ സ്വന്തമാവണം. അതായത് ഞാൻ ഭഗവാന്റെ ആവണം, ഭഗവാൻ എന്റെ ആവാൻ പാടില്ല. ഒരുപാട് വ്യത്യാസമുണ്ട് ആ ഭാവത്തിന്. ഈശ്വരി ദേവി എന്റെ ആവുന്നതിന് പകരം ഞാൻ ദേവിയുടെ ആയിട്ട് തീരണം. മാനസരാമായണത്തിൽ ഒരു കഥയുണ്ട്. അതിൽ വ്യാഖ്യാനത്തിൽ വരുമ്പോഴാണ് ഈ കഥ പറയാറ്. അതുകൊണ്ട് മൂലഗ്രന്ഥത്തിൽ കാണില്ല. ഹനുമാൻ രാമനും ലക്ഷ്മണനും വരുന്നു കിഷ്കിന്ധയില്. അപ്പൊ സുഗ്രീവൻ ഹനുമാനെ പറഞ്ഞയക്കുകയാണ് അവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. ഹനുമാൻ ചെന്ന് ആദ്യമൊക്കെ സംസാരിച്ചു. പിന്നെ താൻ അഞ്ജനാപുത്രനാണ്, ഹനുമാനാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് രാമലക്ഷ്മണന്മാരോട് പറയാണ്, നിങ്ങളെ ഞാൻ സുഗ്രീവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. അപ്പോ ലക്ഷ്മണസ്വാമി ചോദിക്കുകയാണ്, എങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് വരും? ഹനുമാൻ പറഞ്ഞു, ഞാൻ എടുത്തോണ്ട് പോവാം. സുഗ്രീവൻ ഇങ്ങോട്ട് വന്നോട്ടെ, സുഗ്രീവൻ ഇങ്ങോട്ട് വന്നൂടെ? സുഗ്രീവന് വരാൻ പറ്റില്ല, അങ്ങ് തന്നെ മുകളിലേക്ക് വരണം. അതിനൊരു കാരണം അവിടെ പറയണത്, സുഗ്രീവൻ ഒരു ജീവനാണ്. ജീവന് ഭഗവാൻ അടുത്ത് വരാൻ പറ്റില്ല, ഭഗവാൻ തന്നെ അങ്ങോട്ട് വരണം. ഒരു ജീവന് ജ്ഞാനയോഗമോ ഭക്തിയോഗമോ എന്തെങ്കിലും ഉണ്ടാവണം. ഇവന് ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കള്ളവും പറയും, വിശ്വാസവും വരാം. ഇവൻ ഏതോ ഒരു പുണ്യം കൊണ്ട് ഇത്രയോ ഉയരത്തിലിരിക്കണു. ഇനിയിപ്പോ അങ്ങയുടെ അടുത്ത് വരാൻ അവൻ ചോട്ടിലിറങ്ങി വന്നു എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറയാണ് ഹനുമാൻ. എന്നിട്ട് ശ്രീരാമചന്ദ്രനോട് പറയാം, ഞാൻ അങ്ങയെ വഹിച്ചു കൊണ്ടുപോവാം. അപ്പൊ ലക്ഷ്മണൻ ചോദിക്കുകയാണ്, എങ്ങനെ വഹിക്കും? അപ്പൊ ഹനുമാൻ പറയാണ്, രണ്ടു വിധത്തിൽ വഹിക്കാം. ഒന്ന് ഒക്കത്ത് വയ്ക്കാം, ഒന്ന് മുതുകത്ത് വയ്ക്കാം. ഒക്കത്ത് വയ്ക്കാനുള്ള കുട്ടികളെയൊക്കെ എടുക്കണ പോലെ ഒക്കത്ത് വെക്കണത്
കൗസല്യാദേവിക്കും ദശരഥനും ഒക്കെ കിട്ടിയിട്ടുള്ള ഭാഗ്യം ആണ്. അത് അവര് തന്നെ വെച്ചോട്ടെ, എനിക്ക് വേണ്ട. കാരണം നമ്മൾ ആരെയാണോ ഒക്കത്തിൽ വെക്കണത് അവര് നമ്മളുടെ ആയിട്ട് തീരും. ഐ ബിക്കം ദ ഓണർ ആൻഡ് ദ ഒബ്ജക്ട് ഓർ ദ പേഴ്സൺ ബിക്കംസ് ദ പൊസഷൻ. ഞാൻ അതിനെ എന്റെ ആക്കുകയാണ്. അപ്പൊ ഹനുമാൻ പറയണത്, ഞാൻ നിങ്ങളെ ഒക്കത്തിലെടുത്താൽ നിങ്ങളെ നോക്കാനുള്ള ചുമതല എനിക്ക് വരും. അത് വേണ്ട. ഞാനൊരു വ്യക്തിയായി ഇരുന്നു കൊണ്ട് നിങ്ങളെ നോക്കാൻ ആഗ്രഹിക്കണില്ല. മുതുകത്തിരുന്നാൽ നിങ്ങൾ ഓടിക്കുകയും ഞാൻ ഓടുകയും ചെയ്താൽ മതി. കുതിര ഓടിക്കണ പോലെയോ വണ്ടി ഓടിക്കണ പോലെ നിങ്ങളുടെ ഡ്രൈവറും ഞാൻ വണ്ടിയുമായിട്ട് തീരും. അതാണ് സേഫ്. എന്റെ സ്വാതന്ത്ര്യമില്ല. ഭക്തിയിൽ സ്വാതന്ത്ര്യം, തന്റെ അല്പമായ സ്വാതന്ത്ര്യത്തിനെ നഷ്ടപ്പെടുത്തിക്കരുന്നവൻ പൂർണ്ണ സ്വതന്ത്രനാവുന്നു എന്നുള്ളതാണ് ഭക്തിയുടെ സീക്രട്ട്. അല്പമായ സ്വാതന്ത്ര്യത്തിനെ കൂടുതൽ കൂടുതലായി പെരുപ്പിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ബന്ധത്തിൽ വീഴുന്നു എന്നുള്ളതാണ് ഭക്തൻ പറയണത്. അല്പമായ സ്വാതന്ത്ര്യത്തിനെ അനന്തത്തിൽ ഇല്ലാതാക്കി തീർക്കുക, അല്ലാതെ അനന്തത്തിനെ തന്റെ കൈവശത്തിൽ വെക്കാൻ നോക്കരുത്. സയൻസിനും ആധ്യാത്മികതയ്ക്കും അവിടെയാണ് വ്യത്യാസം. സയൻസ് അനന്തത്തിനെ തന്റെ കൈവശപ്പെടുത്താൻ നോക്കുകയാണ്. അതായത് ഒരു കുമളയുടെ ഉള്ളിൽ സമുദ്രത്തിനെ അടക്കാൻ നോക്കുകയാണ്. ആധ്യാത്മികത പറയണു, കുമള പൊട്ടി സമുദ്രത്തിൽ വീണാൽ സമുദ്രം സ്വന്തമാവും, സ്വയം സമുദ്രമായിട്ട് തീരും. എന്തിനാ ഈ കുമളയുടെ ഉള്ളിലേക്ക് സമുദ്രം കൊണ്ടുവരാൻ നോക്കണത്? നീ ഇല്ലാതായിട്ട് തീരും അതില്. നീ അകന്നു നിൽക്കുന്നിടത്തോളം ഒരിക്കലും അത് എന്റേതാവില്ല. നീ സ്വയം ഇല്ലാതായിട്ട് തീരും അതില്. പ്രേമത്തിനെ കൈവശപ്പെടുത്തുന്നത് ലൗകികവും പ്രേമത്തിന് തന്നെ വിട്ടുകൊടുക്കുന്നത് ആധ്യാത്മികവുമാണ്. ഇത്രയേ വ്യത്യാസമുള്ളൂ. ലൗകിക പ്രേമം തന്നെ ആധ്യാത്മികമായിട്ട് തീരും. ഭർത്താവിനോടുള്ള പ്രിയത്തിന് ഭാര്യ അടിമപ്പെട്ടു കൊടുക്കുകയാണെങ്കിൽ ഭാര്യ സ്വതന്ത്രയാവും. ഭർത്താവിനോടുള്ള പ്രിയത്തിനെ അവകാശപ്പെടുകയാണെങ്കിൽ ഭാര്യ ബന്ധനത്തിൽപ്പെടും. വളരെ വിചിത്രമാണ് ഈ സിദ്ധാന്തം. പ്രിയത്തിന് തന്നെ വിട്ടുകൊടുക്കുക, അതാണ് അൻപേ ശിവമായി അമർന്നിരുന്നാരേ എന്ന് പറയണത്. ഭഗവാന് താൻ വഴങ്ങിക്കൊടുക്കുക. തവാസ്മീതിച്ച യാചത്തെ, ഞാൻ അങ്ങയുടെ ആണെന്ന് പറയാം ഭഗവാന്റെ അടുത്ത്. അങ്ങ് എന്റെ അല്ല, ഞാൻ അങ്ങയുടെ ആണ്. അങ്ങ് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. എന്റെ ഇഷ്ടത്തിന് അങ്ങ് വഴങ്ങിത്തരണ്ട. അങ്ങയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അങ്ങ് എവിടെ വെക്കണോ അവിടെ ഇരിക്കാം. എന്ത് ചെയ്യിപ്പിക്കണോ അങ്ങനെ ചെയ്യാം. ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ യന്ത്രി, ഞാൻ യന്ത്രം. അമ്മ ചിന്തിപ്പിക്കണ പോലെ ഞാൻ ചിന്തിക്കണു, അമ്മ പറയിപ്പിക്കണ പോലെ ഞാൻ പറയണു, അമ്മ നടത്തിപ്പിക്കണ പോലെ ഞാൻ നടക്കണു. എന്റേതെന്നൊന്നുമില്ല. നാഹം നാഹം ത്വം ത്വം എന്ന് പറയും. ഇതൊരു മഹാമന്ത്രമാണ്. നാഹം നാഹം, ഞാനില്ല. അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ മാത്രമേ ഉള്ളൂ, ആ ശക്തിയേ ഉള്ളൂ, ആ പ്രകൃതിയാണോ ഒക്കെ ചെയ്യുക. ഇത് പ്രകൃതി എന്ന് ഗീതയിൽ പറയുന്നു, അമ്മ എന്ന് ഭക്തൻ പറയണു. അത്രയേ ഉള്ളൂ. പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ എന്ന് സാഖ്യതത്വജ്ഞാനി പറയണതിനെ ഭക്തൻ പറയണു, ജഗദീശ്വരി എല്ലാം ചെയ്യണു. ഞാൻ ആരുമല്ല, ഞാൻ അവളുടെ കയ്യിലൊരു യന്ത്രമാണ്. സ്വതന്ത്രനായി പ്രിയത്തിനോട് വഴങ്ങിക്കൊടുത്ത്, പ്രിയത്തിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് എടുക്കാൻ ഇഷ്ടപ്പെടാതെ പ്രിയത്തിന് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ സ്വതന്ത്രരാവും. നമ്മളുടെ കുടുംബജീവിതം, നമ്മളുടെ ലോകജീവിതം ഒന്നും ഇവിടെ ഒരു സാത്താനൊന്നുമില്ല. അധ്യാത്മജീവിതം നമ്മളുടെ ഭാരതീയ സനാതനധർമ്മത്തിൽ ദേവി മഹാത്മ്യം നോക്കിയാൽ ഏത് ദേവിയാണോ സത്വസ്വരൂപിണിയായി ബ്രഹ്മവിദ്യാസ്വരൂപിണിയായി സ്തുതിക്കുന്നത്, ആ ദേവി തന്നെ താമസിയാണ്, രാക്ഷസിയാണ്, ഡാകിനിയാണ്, ഭയങ്കരിയാണ്. മധുപാനം ചെയ്ത് അട്ടഹസിക്കുന്നവളാണ്. ശിവനെ പോലും ചുവട്ടിലിട്ട് നെഞ്ചിൽ കാല് വെച്ച് നിൽക്കണവളാണ്. ഭയങ്കരമായ രൂപവും അവളുടെയാണ്. അതാണ് വിവേകാനന്ദ സ്വാമികൾ പാശ്ചാത്യ ദേശത്തിൽ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും ഈ കാളി എന്നുള്ള ആദർശം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നിങ്ങളുടെ ഒക്കെ ദൈവം ഒക്കെ നല്ലവണ്ണം AC റൂമിലിരിക്കുന്ന സ്വാമിയാണ്. ഒക്കെ വളരെ സുന്ദരം, സൗന്ദര്യം, നല്ലത്, എല്ലാം നന്മ മാത്രമേ ഉള്ളൂ.
അപ്പൊ തിന്മ ആരാ എന്ന് ചോദിച്ചാൽ ഒരു സാത്താനെ കൊണ്ടുവരേണ്ടി വരും. അപ്പോ ആ സാത്താൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്നായി നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ. ആ സാത്താൻ പിന്നെ പോവുകയില്ല. ആ സാത്താനും ഉഗ്രമായിട്ടുള്ള ഈ രൂപവും ആ ഈശ്വരന്റെ തന്നെ മറ്റൊരു വശമാണ്. ആ ഉഗ്രമില്ലെങ്കിൽ നമ്മൾ ശരിയാവില്ല. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നൊക്കെ ഭാഗവതത്തിൽ പറയണവരൊന്നും വില്ലന്മാരോ സാത്താന്മാരോ അല്ല. അവരൊക്കെ ഭഗവാന്റെ തന്നെ മറ്റൊരു അവതാരമാണ്. അവരാരും നരകത്തിൽ നിന്നോ വന്നവരല്ല, വൈകുണ്ഠത്തു നിന്ന് തന്നെ വന്നവരാണ്. അവരൊക്കെ അവതരിക്കാൻ കാരണം അവരുടെ കയ്യിൽ നിന്ന് 4 തല്ല് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അമ്പലമൊക്കെ വെച്ച് പണം പിരിച്ചുകൊണ്ട് നടക്കുന്നല്ലാതെ ഒന്നും ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ വന്ന് അടിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരനും വൈരാഗ്യവും ഭക്തിയും ഒക്കെ പ്രധാനമാവണത്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ രാമൻ ഇല്ല എന്നൊക്കെ പറയുമ്പോഴാണ് 4 ആളുകൾ രാമനെയൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയാണ്. അതും അവരുള്ള ഉള്ളത് ആ വസ്തു തന്നെയാണ്. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതും അതാണ്. നാരദനാണ് ഇത് മുഴുവൻ ആദ്യം കണ്ടുപിടിച്ചത്. നാരദൻ പറയണത് നിഷേധിക്കുന്നവർ പെട്ടെന്ന് സത്യത്തിലെത്തുമെന്നാണ്. ഏറ്റവും പവർഫുൾ പാത്താണത്. നതഥാ ഭക്തിയോഗേന. നാരദൻ പറയണത് നിഷേധിക്കുന്ന ആളുടെ അത്ര സ്പീഡോടുകൂടെ ഭക്തിയോഗിക്ക് പോകാൻ പറ്റില്ല എന്നാണ്. യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയതാമിയാത്ത് ന തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി എന്നാണ്. എന്റെ ഉറപ്പായ അഭിപ്രായമാണ്. വിഗ്രഹം തല്ലി ഉടക്കുകയും അമ്പലങ്ങൾ തല്ലി പൊട്ടിക്കുകയും ഈശ്വര നിഷേധം ചെയ്യുന്ന ആള് റോക്കറ്റ് വിട്ട പോലെ പോകും എന്നാണ്. കാരണം അയാൾക്ക് അതിൽ തന്നെയാണ് ചിന്ത. അതേ തീവ്ര ധ്യാനമാണ്. ഉദാസീനന്മാരുണ്ട്. അവനെന്തോ പറയട്ടെ, ഇവരെന്തോ പറയട്ടെ, നമ്മൾക്കൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കണവരുണ്ടല്ലോ, അവരാണ് ഇവിടെ രണ്ടിലും പെടാത്തവർ. ഇങ്ങനെ ഇരിക്കും. നാരദൻ പറയണത് ഒന്നിൽ ഈശ്വരനോട് ഭക്തി ചെയ്യണം, അല്ലെങ്കിൽ സ്നേഹം കാണിക്കണം, അല്ലെങ്കിൽ അസൂയ വെക്കണം, അല്ലെങ്കിൽ ദ്വേഷം വെക്കണം, കാമോ എന്തു വിധത്തിൽ ബന്ധപ്പെട്ടാലും മുക്തനായി പോകും. അപ്പൊ ഈശ്വരൻ സാത്വിക വശം മാത്രമല്ല, ഭയങ്കരമായ ഭദ്രകാളി എന്ന് പറയുന്ന രൂപം തന്നെ നേച്ചറിൽ നമ്മൾ കാണുന്നു. അതൊക്കെ അവിടെ കൊണ്ടുപോയി ഇടും. യുദ്ധമായിട്ടും മരണമായിട്ടും ഭൂമികുലുക്കമായിട്ടും സുനാമിയായിട്ടും അതൊക്കെ കാണുമ്പോ വാസ്തവത്തിൽ ഭക്തന് ഭഗവാന്റെ ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രരൂപ എന്നുള്ള ദർശനം മുമ്പിൽ വരണം. ജീവിതത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് വിപരീത അനുഭവം വരുമ്പോ, സഹിക്കവയ്യാതെ ദുഃഖം വരുമ്പോ, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ മരണമോ വ്യാധികളോ ഒക്കെ കാണുമ്പോ അവിടെ നമ്മൾ അംബികയെ കാണാൻ കഴിയണം. വിവേകാനന്ദ സ്വാമികളുടെ കാളി ദ മദർ എന്ന് പറയുന്ന പോയിട്രി അതാണ്. അനേകവിധ വ്യാധിയുടെ രൂപത്തിലും വിഷമങ്ങളുടെ രൂപത്തിലും ദുർഭിക്ഷയുടെ രൂപത്തിലും മരണത്തിന്റെ രൂപത്തിലുമൊക്കെ ആ കാളിയുടെ നർത്തനത്തിനെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ ഈശ്വരന് ഒരു സൈഡ് മാത്രം, വൺ സൈഡഡ് ഗോഡായാൽ പൂർണ്ണ ദർശനമാവില്ല. പ്രകൃതിയിലുള്ള സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളും അവളുടെ സ്വരൂപമാണ്. 3ഉം അവളാണ്. നമ്മളുടെ ഉള്ളിൽ ആസക്തിയുടെ രൂപത്തിൽ, എല്ലാ വികാരങ്ങളുടെ രൂപത്തിലും പൊന്തിവരുന്നത് അവളാണ്. ആ ആസക്തിയുടെ മുഴുവൻ മൂലമോ ശുദ്ധമായ ശിവമാണ്. ഈ ആസക്തിയെ എങ്ങനെ പരിപാകപ്പെടുത്തി ഭക്തിയാക്കി തീർക്കാം? ഭക്തിക്ക് ഒരു വൈശിഷ്ട്യം എന്താന്ന് വെച്ചാൽ അത് നമ്മളെ ആനന്ദിപ്പിക്കുമെന്നുള്ളതാണ്. ഭക്തിയിലാണ് നമുക്ക് ആനന്ദം ഉണ്ടാവണത്. ഭക്തിക്കാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത് തന്നെ ഭക്തിയാണ്. ഭക്തി വരുമ്പോഴാണ് ആനന്ദം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതം പറഞ്ഞു, ഭഗവാൻ മുക്തിയെ തരും, ഭക്തിയെ തരില്ല എന്ന് പറഞ്ഞു. മുക്തി എന്ന് വെച്ചാൽ ആത്മജ്ഞാനം. ഭക്തി എന്ന് വെച്ചാൽ താൻ ഏതൊരു ആത്മാവിനെ കണ്ടുവോ അതിന്റെ നിത്യനിരന്തര അനുഭവം, രതിയാണ് ഭക്തി. അല്ലാതെ പുറമേ ഒരു ഈശ്വരനോടുള്ള ഭക്തിയല്ല. പലരും ഭാഗവതക്കാരിപ്പോ വ്യാഖ്യാനിക്കണത് അങ്ങനെയാണ്. നിങ്ങളുടെ ജ്ഞാനമൊക്കെ എന്താ? ജ്ഞാനമൊക്കെ ഭഗവാൻ തരും, ഭക്തി തരില്ല എന്ന് പറയും. പുറമേക്കുള്ള ആസക്തിയല്ല ഭക്തി. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ആസക്തി അന്തര്യാമിയോട് തന്നെ ആവുമ്പോഴാണ് നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ. നിത്യാനുഭൂതമായ വസ്തു ഞാൻ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ എന്ന സെന്റർ, ആ സെന്ററിൽ നിന്നാണ് നമുക്ക് പ്രിയം ഉണ്ടാവുന്നത്, കോപം ഉണ്ടാവുന്നത്, കാമം ഉണ്ടാവുന്നത്, അസൂയ ഉണ്ടാവുന്നത്, ദ്വേഷം ഉണ്ടാവുന്നത്. ആ സെന്ററിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഭാര്യയോട് പ്രിയം, ഭർത്താവിനോട് പ്രിയം, കുട്ടികളോട് പ്രിയം ഉണ്ടാവുന്നത്, നമ്മളുടെ മതത്തിനോട് പ്രിയം ഉണ്ടാവുന്നത്, നമ്മളുടെ രാജ്യത്തിനോട് പ്രിയം ഉണ്ടാവുന്നത്.
ഒക്കെ ഈ ഞാൻ എന്നുള്ള സെന്ററിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ ഈ സെന്ററിനെ ആദ്യം ശ്രദ്ധിക്കാം. ജീവിതത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ സെന്ററാണ്. ഇതിനെയാണ് നമ്മൾ അഹങ്കാരമെന്നും ചിജ്ജടഗ്രന്ഥി എന്നും ഒക്കെ വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ബൈന്ദവസ്ഥാനം എന്ന് പറഞ്ഞത്. ബിന്ദു അവിടെയാണ് നിൽക്കുന്നത്. ഈ ബിന്ദുവിൽ നിന്നുകൊണ്ടാണ് ശക്തി മുഴുവൻ പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ നിന്നുമാണ്. അതാണ് നമസ്തസ്യൈ 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 നമോ നമഃ എന്ന് പറഞ്ഞു വരുമ്പോ ആദ്യമായിട്ടും ചേതനേത്യഭിധീയത്തെ എന്ന് തുടങ്ങിയത് അതുകൊണ്ടാണ്. ചേതനയാണ് എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. ചേതനയിൽ നിന്നാണ് മാതൃരൂപേണ സംസ്ഥിത, ക്ഷുധാരൂപേണ സംസ്ഥിത, ഭ്രാന്തിരൂപേണ സംസ്ഥിത എന്ന് പിരിഞ്ഞു വരണത്. അപ്പോ സെന്റർ, നമ്മളുടെ ആസക്തിക്ക് മുഴുവൻ സെന്റർ ഞാനാണ്. എന്നോട് അടുക്കും തോറും അതിനോടൊക്കെ പ്രിയമുണ്ടാവും. പ്രിയമാണ്. പ്രിയത്തിനെ ശുദ്ധം ചെയ്തെടുക്കുന്നതിന് പേരാണ് ആധ്യാത്മികത. സ്വർണം ഭൂമിയിൽ നിന്ന് കിട്ടും. സ്വർണം കിട്ടുമ്പോ ഒരുപാട് ചളി വരും. സ്വർണം ഖനിയിലെടുക്കുമ്പോ ടൺ കണക്കിന് ചളിയും പല വസ്തുക്കളും കോരിക്കളഞ്ഞ ശേഷമാണ് കുറച്ച് ഗ്രാം സ്വർണം കിട്ടുക അത്രേ. അതേപോലെയാണ് നമ്മൾ അധ്യാത്മ സാധനയിലും നമ്മളുടെ ഉള്ളിലുള്ള ആസക്തി രൂപത്തിലുള്ള ഊർജം. അതേ നമുക്കുള്ളൂ ആകെപ്പാടെ. അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കണതും ഭജിക്കണതും ഭക്തി ചെയ്യണതും ഒക്കെ. ഈ ഊർജത്തിന് ശുദ്ധം ചെയ്ത് പതുക്കെ പതുക്കെ അതിൽ അല്പം ഒരു തരി സ്വർണം കണ്ടാൽ മതി. നമ്മളുടെ ആധ്യാത്മികത അവിടുന്ന് വേണം പ്രോഗ്രസ് ആവാൻ. അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള ആസക്തിയെ ഭക്തിയാക്കി മാറ്റുക. ആസക്തിയിൽ അംബികയെ ദർശനം ചെയ്യുക. അംബികയുടെ ആദ്യ ആവിർഭാവം ഉള്ളിൽ മനസ്സിന്റെ രൂപത്തിലാണ്. മാനസി എന്നാണ്. ഋഷികേശില് ഒരു ദേവീക്ഷേത്രമുണ്ട്, മനസാദേവി എന്നാണ്. ആ മാനസാദേവി നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോ ഋഷികേശ് വരെ ഒന്നും പോണ്ട, അവിടെ പോയിട്ട് വിഞ്ചിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണടച്ചിരുന്നാൽ കാണാം, അവൾ കടന്ന് നർത്തനം ചെയ്യുന്നത് കാണാം. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപഃ ത്വം ഭൂമിഃ ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ. മനസ്ത്വം, ആദ്യം ശക്തി മനസ്സായിട്ടാണ്. നിശ്ചലമായ ശിവം, ശുദ്ധമായ ബോധം ആദ്യം മനസ്സായിട്ട് അവതരിക്കുകയാണ്. അതിനുശേഷമാണ് പതുക്കെ അഹങ്കാരം പൊന്തി വരികയും ശരീരം ഉണ്ടാവുകയും ലോകം കാണപ്പെടുകയും ഒക്കെ ചെയ്യണത്. മനസ്തത്വമാണ് ആദ്യം ജനിക്കുന്നത്. മനസ്സിലാണ്. ലളിതാ സഹസ്രനാമം നോക്കുക. ക്രോധരൂപിണ്യേ നമഃ, ക്രോധഹന്ത്രിയേ നമഃ, കാമരൂപിണ്യേ നമഃ, ശൃംഗാരരസരൂപായേ നമഃ, ഭക്തിപ്രിയായേ നമഃ, പ്രിയരൂപിണ്യേ നമഃ. പ്രീതിയുടെ സ്വരൂപമായിട്ടുള്ളവൾ, കാമത്തിന്റെ സ്വരൂപമായിട്ടുള്ളവൾ, അസൂയയുടെ സ്വരൂപമായിട്ടുള്ളവൾ, ക്രോധത്തിന്റെ സ്വരൂപമായിട്ടുള്ളവൾ, ദൈവീ സമ്പത്തുകളും ആസുരീ സമ്പത്തുകളുമായിട്ടൊക്കെ പിരിഞ്ഞ് മനസ്സായിട്ട് നമ്മളുടെ ഉള്ളിൽ ഹൃദയത്തിൽ നിന്നും അവൾ ആദ്യം പൊന്തി വരണം. ഉപാസന ഇവിടെ തുടങ്ങും. നമ്മൾ വെളിയിലൊക്കെ ഒരു രൂപത്തിനൊക്കെ ഉപാസിച്ചാലും അവസാനം ഇവിടെ വരേണ്ടി വരും. മനോബ്രഹ്മേതി ഉപാസീത എന്ന് ശ്രുതി പറയണം. മനസ്സെന്ന് പറയണത് അംബികയുടെ ആദ്യ സ്വരൂപമാണ്. നമ്മളുടെ ഉള്ളിൽ അപ്പോ വികാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആ വികാരങ്ങളുടെ രൂപത്തിലൊക്കെ ഒരേ സ്വർണം കൊണ്ട്, പഞ്ചസാര കൊണ്ട് പാക് കാച്ചിട്ട് കുറെ പച്ചമുളകിന്റെ
രൂപമുണ്ടാക്കി പെയിന്റ് അടിച്ചു വെച്ചു. അത് പഞ്ചസാരപ്പാകാണ് അതിനകത്തുള്ളതെന്ന് അറിയണ ആൾക്ക് അത് എരിയില്ല, വായിലെടുത്ത് സ്വസ്ഥമായിട്ട് ഇടാം, ഒരു പേടി ഉണ്ടാവില്ല അല്ലേ? രൂപം കണ്ട് പച്ചമുളകാണെന്ന് ഒരാൾ ധരിച്ചാൽ അയാൾ എരിയുമെന്ന് വിചാരിക്കും, എരിവുണ്ടാവുമെന്ന് വിചാരിക്കും. അതുപോലെ നമ്മളുടെ ഉള്ളിൽ കാണുന്ന വികാരങ്ങളൊക്കെ നമ്മൾ കണ്ടു പേടിക്കുകയാണ്. അതിന്റെ സോഴ്സ് കണ്ടാൽ അതിൽ മാധുര്യമേ ഉള്ളൂ. അതിൽ സത്ത, നമ്മളുടെ അന്തര്യാമിയായ ആ വസ്തു തന്നെ ശക്തിയുടെ വേഷം പൂണ്ട അനേക വികാരങ്ങളായിട്ടൊക്കെ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ആ വികാരങ്ങളുടെയൊക്കെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാം ആത്മാവിനോടുള്ള പ്രിയമാണ് ഈ വികാരങ്ങളായിട്ടൊക്കെ തോന്നണത്. ആ ശക്തി തന്നെയാണ് ഈ രൂപത്തിലൊക്കെ താണ്ഡവം ചെയ്യണത്. അപ്പൊ മനസ്സിന്റെ ഓരോ ചലനവും ശക്തിയുടെ ചലനമാണെന്ന് അറിയുമ്പോൾ മനസ്സ് ചലിക്കുന്നത് തന്നെ നിന്നുപോകും. ഈ അറിവ് കൊണ്ടൊന്ന് നോക്കിയാൽ മതി ഉള്ളില്. അപ്പൊ പിന്നെ ഈ അറിവ് തന്നെ മനസ്സിനെ നിരോധിക്കും. അപ്പൊ മനസ്സായിട്ടും ആദ്യം ആവിർഭവിക്കുന്നത് ഈ ശക്തി തന്നെയാണ്. മനസ്സിൽ വ്യക്തിബോധമായിട്ടും അഹങ്കാരരൂപിണ്യേ നമഃ എന്നുള്ള ദാസഹസ്രനാമത്തിലുണ്ട്. അഹങ്കാരരൂപത്തിലും ഈ ശക്തി തന്നെയാണ്. അപ്പൊ ആകെ മൊത്തം നമ്മൾ മനസ്സെന്നും ആസക്തി എന്നും ഒക്കെ പറഞ്ഞു വിളിക്കുന്ന ആ എനർജി, സൈക്കിക് എനർജി, ചിത്തം, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചലനം, അത് അടങ്ങിയാലാണ് നമുക്ക് ശിവനെ കണ്ടെത്താൻ സാധിക്കുക, ശിവത്തിനെ കണ്ടെത്താൻ സാധിക്കാം. അതെങ്ങനെ അടങ്ങും? ആ ശക്തിയുടെ ലാസ്യം ശിവനിൽ എങ്ങനെ അടങ്ങും? അടങ്ങുമ്പോ ശക്തി ശിവനിൽ ലയിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമാവുക. രണ്ടും ഒന്നാവണം, രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല. നദി സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന പോലെ എന്റെ ആസക്തി പുറത്തുള്ള വസ്തുക്കളെയൊക്കെ വിട്ട് ആത്മാവിനെ പുൽകണം. ആത്മാവിനെ പുൽകാനുള്ള ആഗ്രഹത്തിലാണ് അത് വസ്തുക്കളിലൊക്കെ അന്വേഷിച്ചു നോക്കണത്. രമണ ഭഗവാൻ അരുണാചല അക്ഷരമണമാലൈ എന്നൊരു കൃതിയിൽ പറഞ്ഞു, ഹേ അരുണാചല, മനസ്സ് ലോകത്തിൽ മുഴുവൻ ചുറ്റണു. അത് വാസ്തവത്തിൽ ആത്മാവിന്റെ സൗന്ദര്യത്തിനെയാണ് അന്വേഷിക്കുന്നത്. അത് ഈ അലയുന്നത് നിർത്തണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അതിന്റെ മൂലത്തിൽ തന്നെയുള്ള ഈ അന്തര്യാമിയുടെ സൗന്ദര്യം അത് കാണണം. കണ്ടാൽ അത് പിന്നെ പുറത്തു ചുറ്റില്ല, അവിടെ തന്നെ അടങ്ങിപ്പോവും. അതുകൊണ്ട് അഴകൈക്കാട്ട് എന്ന അരുണാചല, അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ അവിടെ തന്നെ അവിടുത്തെ അലൗകിക ദിവ്യ സൗന്ദര്യത്തിനെ, അഭൗമമായ സൗന്ദര്യത്തിനെ കാണിച്ചു തരൂ. അത് കണ്ടാൽ മനസ്സ് പുറമേക്ക് ഇന്ദ്രിയങ്ങളിലൂടെ അലഞ്ഞു തിരിയണത് നിർത്തി അവിടെ അടങ്ങും. അപ്പോ ശിവനെ ശക്തി കാണണം. കണ്ടാൽ, അതിന് കാണണമെങ്കിൽ ആദ്യം ശക്തി ശിവനെ കേൾക്കണം. ശ്രുത്വാഗുണാന് ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈഹി ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാപം ത്വയ്യ അച്യുതാ വിശതി ചിത്തമപത്രപം മേ എന്ന് രുക്മിണീ ദേവി എഴുതിയ ഒരു കത്ത് ഭാഗവതത്തിലുണ്ട്. ശ്രീകൃഷ്ണന് പറഞ്ഞറിയിക്കണതാണ്. അതൊക്കെ ആളുകൾ ഒരു ലവ് ലെറ്ററായിട്ടൊക്കെ വ്യാഖ്യാനിച്ചൊക്കെ പറയുന്നുണ്ട്. പറയട്ടെ, കുഴപ്പമൊന്നുമില്ല. ലവ് ലെറ്ററോ എന്ത് ലെറ്ററോ ആയാലും ഒക്കെ നല്ലത് തന്നെ, വേണ്ട വിധത്തിലായാൽ കുഴപ്പമില്ല. അതിൽ രുക്മിണീ ദേവി ഭഗവാനോട് പറയണത് ഹേ ഭുവനസുന്ദര എന്നാണ് വിളിക്കണത്. ഭുവനത്തിൽ എവിടെയൊക്കെ സൗന്ദര്യമുണ്ടോ ആ സൗന്ദര്യമൊക്കെ അന്തര്യാമിയുടെ റിഫ്ലക്ഷനാണ്. കുട്ടിക്കാലം മുതൽ ഞാൻ അങ്ങയുടെ സൗന്ദര്യം കേട്ടിട്ട് ത്വയി അച്യുതാ ചിത്തം ആവിശതി അപത്രപം, ഒരു ചലനം കൂടാതെ എന്റെ ചിത്തം, ത്രപം എന്ന് വെച്ചാൽ ലജ്ജ എന്നർത്ഥമുണ്ട്, ചലനം എന്നർത്ഥമുണ്ട്. എന്റെ ചിത്തം നിശ്ചലമായ അങ്ങയിൽ പ്രവേശിക്കുന്നു. രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം, എന്റെ കണ്ണുകൾക്ക് അഖിലാർത്ഥലാഭം ഉണ്ടാവണം.
ചെവികൾക്ക് അഖിലാർത്ഥ ലാഭം ഉണ്ടാവണം, മൂക്കിന് അഖിലാർത്ഥ ലാഭം ഉണ്ടാവണം, നാവിന് അഖിലാർത്ഥ ലാഭം ഉണ്ടാവണം, ത്വക്കിന് അഖിലാർത്ഥ ലാഭം ഉണ്ടാവണം. ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ പുറമേക്ക് വസ്തുക്കളെ അനുഭവിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇതിനൊക്കെ അഖിലാർത്ഥ ലാഭം എപ്പ ഉണ്ടാവും എന്ന് വെച്ചാൽ നേതം യതിതം ഉപാസത്തെ. ഉപനിഷത്ത് പറയണു, നീ കണ്ണുകൊണ്ട് കാണുന്നതല്ല വസ്തു എന്നും, ഏതൊന്നും ഉള്ളതുകൊണ്ടാണോ കണ്ണ് കാണുന്നത് അതാണ് നീ അന്വേഷിക്കണ വസ്തു എന്നും അറിഞ്ഞ് കാണുന്നതിന് പകരം കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ തന്നിൽ കണ്ട് അടങ്ങിയാലേ അഖിലാർത്ഥ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പൊ പുറമേക്ക് കാണുന്നതിന് പകരം ദൃഷ്ടിക്ക് എപ്പോ പൂർണ്ണത ഉണ്ടാവും? ഈ ദൃഷ്ടി കണ്ണിലൂടെ പുറമേക്ക് പോകുന്ന ദൃഷ്ടി തന്റെ മൂലത്തിൽ തന്നെ അടങ്ങിക്കഴിയുമ്പോ സ്വാത്മമൂലോ അവതുമാം പരാത്പര. ഗജേന്ദ്രൻ പറയാണ്, എന്റെ മൂലത്തിൽ ഇരിക്കുന്ന ആ വസ്തു എന്നെ രക്ഷിക്കട്ടെ എന്നാണ്, എന്നെ പിടിക്കട്ടെ. സ്വാത്മമൂലോ അവതുമാം പരാത്പര. ആ മൂലമായ വസ്തു അതിനെ കണ്ടു കഴിയുമ്പോ പുറമേ കണ്ണിലൂടെയോ മറ്റോ ആസക്തിയിൽ എല്ലാ ആസക്തിയും അടങ്ങിപ്പോകുന്നു. ആസക്തി ആർക്കാണെന്ന് അന്വേഷിച്ചു കഴിയുമ്പോ എനിക്ക് അത്യധികം ഇഷ്ടം തോന്നുമ്പോ ഈ ഇഷ്ടം തോന്നുന്ന ഞാൻ ആരാണ്? കൃഷ്ണൻ അതാണ് ചെയ്തത്. ഗോപസ്ത്രീകളെ തന്റെ നേരെ ആകർഷിച്ചു. അവരുടെ പ്രിയം കൃഷ്ണനിൽ രൂഢമായി. ഭർത്താവ്, ഭാര്യ, കുടുംബം എല്ലാം വിട്ടുപോയി. അവർ തന്നെ പറഞ്ഞത് അതാണ്. പതിസുതാൻവയ ഭ്രാതൃബാന്ധവാന് അതിവിലംഘ്യത്തെ അന്തി അച്യുതാഗതാഹ. ഇതൊക്കെ വിട്ടിട്ട് കൃഷ്ണ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് കൃഷ്ണന്റെ അടുത്ത് പ്രിയമായപ്പോ എന്നാ കൃഷ്ണൻ ഇവരുടെ കൂടെ തന്നെ ഇരുന്നുവോ? ഒരു പോക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് ഉദ്ധവനോട് പറഞ്ഞയക്കണത് ഒരു എഴുത്താണ്. ഭഗവാനുവാച. ഭഗവാൻ കൊടുത്തയക്കണത് ഒരു എഴുത്താണ്. ഉദ്ധവ കൊണ്ടുപോയി കാണിക്കൂ, പറഞ്ഞു കൊടുക്കൂ. ശ്രീ ഭഗവാനുവാച. അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അതൊക്കെ വളരെ രാസക്രീഡ എന്ന് പറയുന്ന ഭാഗവത്തിൽ അതൊരു വളരെ ഒരു ഗൂഢമാണ്. അവർക്കിത് മനസ്സിലാവുകയും ചെയ്തു ആ കത്തിന്റെ പൊരുൾ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയണുണ്ട്, മനസ്സിലാവണുണ്ട്, എന്നാലും അതിലോട്ട് നിൽക്കാൻ പറ്റണില്ല, അതിന്റെ വിഷമാണെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ദുഃഖം അസ്തമിച്ചു. എങ്ങനെ അസ്തമിച്ചു? ജ്ഞാത്വാ ആത്മാനം അധോക്ഷജം. ഇന്ദ്രിയങ്ങളുടെ ഒക്കെ മൂലത്തിലും മനസ്സ് ഏതൊരു കൃഷ്ണൻ 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 എന്ന് പ്രിയപ്പെടുന്നുവോ ആ പ്രിയപ്പെടുന്ന മനസ്സ് ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങിക്കഴിയുമ്പോ ആത്മാനം ജ്ഞാത്വാ വ്യപേത വിരഹജ്വരാഹ. അവരുടെ ഉള്ളിലുള്ള ദുഃഖം നീങ്ങി എന്നാണ്. ദുഃഖം നീങ്ങാൻ കാരണം എന്താ? ആത്മസാക്ഷാത്കാരം. വെളിയില് കാണുന്ന നാമരൂപങ്ങളൊക്കെ തന്നെ ആ ഉള്ളിലുള്ള അന്തര്യാമിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അതിനോടൊക്കെ പ്രിയം തോന്നുന്നത് അന്തര്യാമിയോടുള്ള പ്രിയം കൊണ്ടാണ്. അന്തര്യാമിയെ കണ്ടെത്തി കഴിയുമ്പോൾ, താൻ ആര് എന്ന് അറിഞ്ഞു കഴിയുമ്പോ അസ്തസമസ്ത ദോഷങ്ങളൊക്കെ അസ്തമിച്ച് ശക്തിയുടെ മൂലത്തിനെയും ശാന്തിയെയും ആനന്ദത്തിനെയും പ്രിയത്തിന്റെ ഉറവിടത്തിനെയും തന്നിൽ കണ്ടെത്തി കഴിയുമ്പോൾ ജീവൻ കൃതകൃത്യനായിട്ട് തീരും. അതാണ് യാ മുക്തിഹേതു അവിചിന്യ മഹാവ്രതാത്വം അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈ മോക്ഷാർത്ഥിഭി മുനിഭിരസ്ത സമസ്തദോഷൈ വിദ്യാസി സാ ഭഗവതി. ആരാണ് ഈ ഭഗവതി? വിദ്യ. എന്തു വിദ്യ? മുനിഭിരസ്ത സമസ്തദോഷൈ. എല്ലാ ദോഷങ്ങളും അസ്തമിച്ച മുനികൾ അന്തർമുഖന്മാരായി ഇന്ദ്രിയങ്ങളെ അന്തർമുഖമായി തിരിച്ച് അവരവരുടെ മൂലത്തിൽ തന്നെ ഏതൊരു സത്യത്തിനെ കണ്ടെത്തി ആനന്ദിക്കുന്നു, മുക്തരായിട്ട് തീരുന്നു. ആ വിദ്യയാണ് ദേവിയുടെ സ്വരൂപം. ആ വിദ്യ എന്താണ്? ആ വിദ്യയെ എങ്ങനെ സ്വായത്തമാക്കാം? ഏത് വിദ്യ കൊണ്ട് നമ്മൾ കൃതകൃത്യരായിട്ട് തീരും? ഏത് വിദ്യ കൊണ്ട് നമുക്ക് ശാന്തി ഉണ്ടാവും? ഏത് വിദ്യ കൊണ്ട് നമ്മൾ മുക്തരായിട്ട് തീരും? നമുക്ക് ജനനം മരണം എന്നുള്ള ദുഃഖം അസ്തമിക്കുകയും ഇവിടെ തന്നെ നമ്മൾ കൃതാർത്ഥരായി തീരുകയും ശാന്തി നേടുകയും ആനന്ദം നേടുകയും ചെയ്യുന്നത് യാതൊരു വിദ്യ കൊണ്ടാണോ ആ വിദ്യയാണ് ബ്രാഹ്മി എന്ന ദേവിയുടെ സ്വരൂപം. അതാണ് ഈ ശ്ലോകത്തിലും പറഞ്ഞത്. യാ മുക്തിഹേതു അവിചിന്യ മഹാവ്രതാത്വം അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈ മോക്ഷാർത്ഥിഭി മുനിഭിരസ്ത സമസ്ത ദോഷൈ വിദ്യാസി സാ ഭഗവതി പരമാഹിമായ. അത് തന്നെ ലളിതാ സഹസ്രനാമത്തിലും
ബ്രഹ്മവിദ്യാസ്വരൂപിണി നമഃ എന്ന് നാമം. ജാഗ്രത് സ്വപ്ന സുഷുപ്തീനാം സാക്ഷിഭൂത്യൈ നമോ നമഃ എന്ന അഷ്ടോത്തരം. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് സാക്ഷിഭൂതയായിട്ടുള്ള അംബികയുടെ സ്വരൂപത്തിനെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ബന്ധവിമുക്തരായിട്ട് തീരുന്നത്. ആ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ദേവി നമ്മൾക്ക് പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊരു നവരാത്രി കാലമൊന്നും വേണ്ട. പ്രത്യേകിച്ചൊരു ഉത്സവമോ പ്രത്യേകിച്ച് ഒരു ദിവസത്തിനൊരു പ്രത്യേകത വിശേഷമൊന്നുമില്ല. ഞങ്ങള് തിരുവണ്ണാമലയില് രമണ ഭഗവാന്റെ അടുത്ത പാർശ്വന്മാരായ മുരുകനാർ സ്വാമി ഉണ്ടായിരുന്നു. മുരുകനാർ സ്വാമിയെ കാണാൻ പോയൊരു ഭക്തൻ പറയാണ്, അത് ശിവക്ഷേത്രമാണ് അരുണാചലം, അതും ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു ശിവക്ഷേത്രം. മുരുകനാർ സ്വാമിക്ക് അന്ന് ശിവരാത്രിയാണെന്ന് അറിയില്ല അത്ര. ശിവരാത്രി ദിവസമാണ് കാണാൻ പോയിരിക്കണത്. അദ്ദേഹത്തിന് അന്ന് ശിവരാത്രിയാണെന്ന് അറിയില്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ നിത്യനിരന്തര ശിവാനുഭവത്തിലിരിക്കുന്ന ആളുകൾക്ക് ഒരു ശിവരാത്രി എന്ത്, ഒരു വിഷുവോ ഒരു ഓണമോ വല്ലതുമൊക്കെ വേണോ, നവരാത്രിയോ വല്ലതും വേണോ? നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരിഹി. അവർക്ക് നിത്യവും ഉത്സവമാണ്, നിത്യവും ആരാധനയാണ്, നിത്യവും ഭഗവത് ഭജനമാണ്, നിത്യവും ഭക്തിയാണ്. രാവില്ല പകലില്ല. അപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊരു നവരാത്രിയുമില്ല. നമ്മളുടെ ഉള്ളിൽ നിത്യനിരന്തരമായി ചിത്സ്വരൂപിണിയായും ചിദാനന്ദലഹരി, ആചാര്യസ്വാമികൾ പറയണത് കതിചന ചിദാനന്ദലഹരിയും ഭജന്തി ത്വാം ധന്യാഹ കതിചന ചിദാനന്ദലഹരിയും എന്നാണ്. സൗന്ദര്യലഹരിയിൽ പറയണത് ധന്യന്മാരായിട്ടുള്ള ആ മഹാപുരുഷന്മാർ ഭജന്തി ത്വാം അംബികയെ ഭജിക്കുന്നു. എങ്ങനെ? കതിചന ചിദാനന്ദലഹരിയും, എന്തോ ഒരു ചിദാനന്ദ ലഹരിയായിട്ട് ഉള്ളിൽ പൊന്തി 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 വരുന്ന ഒരു ആനന്ദമായി. മുഹുർമുഹുർ കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം ഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ഉള്ളിൽ ആനന്ദസ്ഫുരദനുഭവാഭ്യാം, സ്ഫുരിച്ചു വരുന്ന ആനന്ദമാണ് അംബികയുടെ സ്വരൂപം. അകമേക്ക് ആനന്ദത്തിന്റെ സ്ഫൂർത്തി, അതാണ് ആധ്യാത്മികത. ആ ചിദാനന്ദലഹരിയാണ് ദേവി. അവൾ ശിവനോട് നിത്യനിരന്തര ലാസ്യം ചെയ്യുന്നവളാണ്. നമ്മളുടെ മനസ്സ് ശുദ്ധമാവുകയും നേർത്ത് വരികയും ചെയ്ത് അന്തര്യാമിയെ അത് അല്പം സ്പർശിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ചിദാനന്ദലഹരിയെ കാണുന്നത്. മനസ്സെന്ന് പ്രത്യേകിച്ചൊരു ശക്തിയില്ല, എന്നാലും ആ മനസ്സ് അതീവ സൂക്ഷ്മമാവുകയും ഒരു ശീതള പ്രവാഹമായി തീരുകയും ചിത്ശക്തിയായി തീരുകയും ചെയ്ത ചിത്തം ശിവനോടുകൂടെ ഒരു ഒളിഞ്ഞുകളി കളിക്കും ഉള്ളില്. അപ്പോ ആ സദാശിവനെ സ്പർശിക്കുകയും അവിടെ നിന്ന് വിട്ടുവരികയും ആ ശിവനെ തൊടുകയും വിട്ടുവരികയും ചെയ്യുന്ന ആ ലാസ്യം അഥവാ ഹല്ലീസലാസ്യ സന്തുഷ്ടായൈ നമഃ എന്ന് ത്രിശതിയില് ദേവിക്ക് ഒരു നാമമുണ്ട്. ഹല്ലീസലാസ്യം, അതിൽ നിന്നാണ് ഈ രാസക്രീഡ എന്നുള്ള വാക്കൊക്കെ വന്നത്. ആ ഹല്ലീസലാസ്യം എന്ന് പറയുന്നത് ഇതാണ്. ആ ചിത്തം ശുദ്ധമാവുമ്പോ ശുദ്ധമാവുന്ന ചിത്തം നിത്യശുദ്ധമായ ശിവത്തിനെ അപ്പപ്പ ചെന്ന് സ്പർശിക്കുകയും വിട്ടുവരികയും സ്പർശിക്കുകയും വിട്ടുവരികയും ചെയ്യുമ്പോഴാണ് യോഗിയിൽ അതിരില്ലാത്ത ആനന്ദം ഉണ്ടാവുന്നത്. അതിരില്ലാത്ത ആനന്ദമുണ്ടായി യോഗി തിമർക്കുന്നത് ആ ആനന്ദത്തിലാണ്. ശ്രീരാമകൃഷ്ണദേവനെ നേരിട്ട് കണ്ടവരൊക്കെ അത് കണ്ടിട്ടുണ്ട്. കാരണമില്ലാതെ ഉള്ള ആനന്ദം, പൊന്തി പൊന്തി വരുന്ന ആനന്ദം. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ആ ആനന്ദം പടർന്നു പിടിക്കും. അദ്ദേഹം ആരെങ്കിലുമൊക്കെ സ്പർശിച്ചു കഴിയുമ്പോൾ അവർക്കും കാരണമില്ലാതെ ആനന്ദം ഉണ്ടായിട്ട് പടർന്നു പിടിക്കും. അത്രയധികം ഒരു ആനന്ദം. രമണ ഭഗവാൻ ഒരു ദിവസം രണ്ട് ഭക്തന്മാരായി മഹർഷിക്ക് എണ്ണ തേച്ചു കൊടുക്കുകയാണ്. അപ്പോ അണ്ണാമലൈ സ്വാമി എന്ന് വന്നിട്ട് ഈ അടുത്ത കാലം വരെ അദ്ദേഹം ഉണ്ടായിരുന്നു തിരുവണ്ണാമലയില്. ആ അണ്ണാമലൈ സ്വാമി പറഞ്ഞ കഥയാണത്. അണ്ണാമലൈ സ്വാമി കൂടെ ഉണ്ട്. അപ്പൊ തമാശായിട്ട് ഇവരെ മഹർഷിയോട് ചോദിച്ചു, ഈ ചില ആളുകളൊക്കെ ഈ കഞ്ചാവും എന്തൊക്കെയോ കഴിച്ചിട്ട് ഇങ്ങനെ ആനന്ദം വന്ന പോലെയൊക്കെ കാണിക്കണമല്ലോ, ഭഗവാനെ അവരുടെയൊക്കെ ആനന്ദം എങ്ങനെ ഉണ്ടാവും ചോദിച്ചു.
അവരുടെ ആക്ടിങ്, അവര് ആനന്ദം വരുമ്പോ എന്തൊക്കെ കാണിക്കും അതൊക്കെ മഹർഷി ഇത്തിരി അങ്ങോട്ട് നടിച്ച് കാണിച്ചു കൊടുത്തു അത്ര. ഇങ്ങനെയൊക്കെ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അണ്ണാമലൈ സ്വാമി എങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടൊരു പിടിപിടിച്ചു. അണ്ണാമലൈ സ്വാമി പറഞ്ഞു, അത്രയേ ഉള്ളൂ, എനിക്ക് ഒന്നും അറിഞ്ഞില്ല. കുറെ നേരത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുമാതിരി ആ സ്ഥിതിയിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്കും ഒരു 2 മണിക്കൂർ കഴിഞ്ഞു പോയിരിക്കണം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞു പോയിരിക്കുന്നു. ഞാനൊരു ആനന്ദ ലഹരിയിലായിരുന്നു, വേറെ ഒന്നും എനിക്കറിയില്ല. അതാണ്. അപ്പൊ ഞാനീ മഹർഷി രമണ മഹർഷിയെ കുറിച്ച് കാവ്യകണ്ഠ ഗണപതി മുനി പറയും, മലയെ മുഴുങ്കിനോ എന്ന് പറയും. എന്നുവെച്ചാൽ അത്രയധികം ആനന്ദത്തിന് അടക്കി വെച്ച് ഒന്നും സംഭവിക്കാത്ത മാതിരി നിശ്ചലമായിട്ടിരിക്കുമ്പോ എന്താവും, അത് തുളുമ്പും. ഒരു നോട്ടം നോക്കുകയോ ഒരു തൊടുകയോ ഒക്കെ ചെയ്താൽ തന്നെ അത് പടർന്നു പിടിക്കും. അങ്ങനെയുള്ള ജ്ഞാനികളെ വേദാന്തികളെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വേദാന്തം ഡ്രൈ ആണെന്നൊന്നും പിന്നെ പറയില്ല. അങ്ങനെയുള്ള വെറുതെ ശാസ്ത്രം പുസ്തകം മാത്രം പഠിച്ച ആളുകളെയൊക്കെ കാണുമ്പോഴാണ് നമുക്കിത് വരേണ്ടതാണെന്നും മറ്റൊക്കെ തോന്നണത്. ആ ആനന്ദത്തിൽ നിത്യനിരന്തരം രമിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ മുക്തൻ. ഭജന്തിത്വാം ധന്യാഹ കതിജന ചിദാനന്ദലഹരിയും. എന്തോ ഒരു ചിദാനന്ദലഹരിയെ നിത്യനിരന്തരം അവരനുഭവിക്കുന്നു അകമയ്ക്ക്. ആ ചിദാനന്ദലഹരിയാണ് ദേവിയുടെ സ്വരൂപം. ദേവിയുടെ ഹല്ലീസലാസ്യം എന്ന് പറയുന്നത് അതാണ്. ആ ചിത്ശക്തിയുടെ അനുഭവം. ആ ചിത്ശക്തിയാണ് അധ്യാത്മാനുഭൂതി എന്ന് പറയണത്. നിശ്ചലമായ ബ്രഹ്മാനുഭവത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല. വിഷയാനുഭവം എല്ലാവർക്കും അറിയാം. വിഷയാനുഭവം അല്ലാത്തതും ബ്രഹ്മാനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും ജ്ഞാനികളിൽ, സ്വാനുഭവ സമ്പന്നന്മാരായ മഹാത്മാക്കളിൽ നമ്മൾക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ഊഹിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആവിർഭവിക്കുന്നതുമായ ആ ആനന്ദം, ആ ആനന്ദം അംബികയുടെ ഹല്ലീസലാസ്യമാണ്. അവൾ നിശ്ചലനായ ശിവനെ തൊടുന്നതുകൊണ്ട് അവളിൽ ഉണ്ടാവുന്ന ഭാവാവേശമാണ്, വികാരാവിർഭാവമാണ്. അതൊക്കെ കണ്ടിട്ടേ നമുക്ക് ഈ ശക്തിയുടെ ചലനം, സൂക്ഷ്മമണ്ഡലങ്ങളെ നമുക്ക് ഊഹിക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ. അതൊക്കെ എന്തോ ഒന്നുണ്ട് എന്നറിഞ്ഞാൽ തന്നെ നമ്മൾ ധന്യരായിട്ട് തീർന്നു. ഇത്രയും പറഞ്ഞ് മറ്റന്നാള് 2 ദിവസമുണ്ട്. നമ്മള് ദേവിയെ പ്രത്യക്ഷമായി അകമയ്ക്ക് കാണാനുള്ള അധ്യാത്മ സാധനകൾ എന്തൊക്കെയാണ് എന്നുള്ളതിന് ഈ 2 ദിവസത്തിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കാണാം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.